PUC പഠിക്കാൻ എത്ര പേരുണ്ട് പ്ലീസ്? PUCന്റെ താഴെയുള്ള എത്ര പേരുണ്ട്? ഐ മീൻ 10th 11th UG? It's okay. നമ്മളെല്ലാവരും SSF വരാണല്ലേ? എന്താണ് SSF എന്ന സംഘടന എന്ന് പറഞ്ഞാൽ? സെമി ഫെഡറേഷൻ ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം. ഒരു സംഘടന എന്ന് പറഞ്ഞാൽ എന്താ? പല സംഘടനകളില്ലേ നാട്ടിൽ? എന്തൊക്കെയുണ്ട്? രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പിന്നെ ക്ലബ് ഉണ്ട്, നിങ്ങളിവിടെ പറയും മതസംഘടനകളുണ്ട്. അങ്ങനെ കുറേ തരം സംഘടനയുണ്ടല്ലേ? യഥാർത്ഥത്തിൽ ഒരു സംഘടന, ഇസ്ലാമിക സംഘടന അല്ലെ? SSFന്റെ പ്രത്യേകത എന്താണ്? SSF ഒരു ഇസ്ലാമിക, നിങ്ങൾ പറയുന്നത് ഇസ്ലാമിക സംഘടനയാണ് അല്ലെ? SSF ഒരു ഇസ്ലാമിക സംഘടനയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാവും, മറ്റ് ക്ലബ് ഉണ്ടാവും. ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഇസ്ലാമിക സംഘടന എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം എന്താണ്? അതിൻ്റെ പ്രവർത്തനം എന്താണ്? ഇസ്ലാമിക പ്രവർത്തനമാണ് അല്ലേ? ഒരു ഇസ്ലാമിക സംഘടനയുടെ പ്രവർത്തനം എന്താണ്? ഇസ്ലാമിക പ്രവർത്തനം. ഞാൻ 3 കാര്യമാണ് നിങ്ങളോട് പറയാൻ വിചാരിക്കുന്നത്. 3 കാര്യം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇസ്ലാമിക സംഘടന അല്ലെങ്കിൽ ഇസ്ലാം അതിനെ നിങ്ങൾ പഠിക്കുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നിങ്ങൾ SSF വരാത്തതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? SSFനെ പഠിക്കുക അല്ലേ? SSFനെ പഠിക്കുക മീൻസ് SSF എന്നത് ഇസ്ലാമിക പ്രസ്ഥാനമാണ്. ഇസ്ലാമിനെ പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾ സംശയം ഉണ്ടാവും അല്ലേ? നിങ്ങളെല്ലാവരും ഇസ്ലാമിനെ പഠിക്കുന്നില്ലേ? ഇസ്ലാമിനെ പഠിച്ചിട്ടുണ്ടോ? ഇസ്ലാമിനെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ ഇസ്ലാമിനെ നമ്മൾ പഠിച്ചത് മതിയോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നമുക്ക് അതിലേക്ക് വരാം. നമ്മൾ SSFന്റെ മുദ്രാവാക്യം വിളിക്കാറുണ്ട് അല്ലേ? എങ്ങനെ SSFന്റെ മുദ്രാവാക്യം വിളിക്കുക? SSF രണ്ടാമത്തെ മുദ്രാവാക്യം എന്നത് കഴിഞ്ഞ ഉടനെ നമ്മൾ വിളിക്കാം ധാർമ്മിക വിപ്ലവം. അപ്പൊ എന്താ ഈ ധാർമ്മിക വിപ്ലവം? അതാണ് എൻ്റെ ചോദ്യം. SSF എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഉത്തരമാണ് ധാർമ്മിക വിപ്ലവം. വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ? വിപ്ലവം എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻ, ക്രാന്തി അല്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് വിപ്ലവത്തിന്റെ പേര് പറയും. നിങ്ങൾ പഠിച്ചിട്ടുള്ള വിപ്ലവത്തിന്റെ പേര് പറയും. ഫ്രഞ്ച് റെവല്യൂഷൻ, പിന്നെ റഷ്യൻ റെവല്യൂഷൻ, അല്ലെങ്കിൽ ഒരുപാട് റെവല്യൂഷൻസിന് പേര് വിളിച്ചില്ലേ? ക്രാന്തി അല്ലേ? ക്രാന്തി എന്നല്ല പറയാം കന്നഡയില്. അപ്പൊ ഈ വിപ്ലവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ വിപ്ലവങ്ങളുടെയൊക്കെ രീതി എന്താണെന്ന് വെച്ചാൽ, എന്നാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായത്? ഒരു ഡേറ്റ് ഉണ്ടാവും. എന്നാണ് റഷ്യൻ റെവല്യൂഷൻ ഉണ്ടായത്? ഒരു ഡേറ്റ് ഉണ്ടാവും. ഇസ്ലാമിക വിപ്ലവം എന്ന് പറയുന്നത് ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു കാര്യത്തെ കുറിച്ചല്ല ഇസ്ലാമിക വിപ്ലവം എന്ന് പറയാം. ഓക്കെ, ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഉണ്ടാകുന്ന റെവല്യൂഷന്റെ പേരല്ല ഇസ്ലാമിൽ വിപ്ലവം എന്ന് പറഞ്ഞാൽ, റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. മറിച്ച് ഇസ്ലാം റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച്. എന്താണ് ഇസ്ലാമിന്റെ റെവല്യൂഷൻ? ചേഞ്ച്. ഞാൻ പറയാം എങ്ങനെയാണ് ഇസ്ലാം ഉണ്ടായത് എന്ന് ആലോചിച്ചത്. മക്കയിൽ ഇസ്ലാം അവതരണമാകുന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. ആദ്യം എത്ര വർഷം രഹസ്യമായിട്ട്? 3 വർഷം രഹസ്യമായിട്ട്, പിന്നെ പരസ്യമായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്നു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. മദീനയിൽ നിന്ന് ഒരു ഇസ്ലാമികമായ ഒരു സമൂഹത്തെ, ഒരു രാജ്യത്തെ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ് മദീനയിൽ ഒരു ഇസ്ലാമിക വിപ്ലവം സാധ്യമായി? ഞാൻ SSFനെ കുറിച്ച് പറയാൻ ശ്രമിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് മദീനയിൽ എങ്ങനെയാണ് ഇസ്ലാം അതിജയിച്ചത് എന്നതിനെ കുറിച്ചാണ്. മദീനയിൽ എങ്ങനെയാണ് ഇസ്ലാം, എങ്ങനെയാണ് ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ, മക്കക്കാർ പറഞ്ഞാൽ അക്കാലത്തെ ഏറ്റവും നല്ല മനുഷ്യരാണ് എന്ന് പറഞ്ഞാൽ, നമ്മള് മക്കയിൽ കാലം എന്നൊക്കെ പറയണ്ടല്ലോ. ആ കാലത്തെ അറബികളിലെ ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും സംസ്കാരം ഉണ്ടായിരുന്ന മനുഷ്യർ, ഏറ്റവും നല്ല സാഹിത്യം ഉണ്ടായിരുന്ന മനുഷ്യർ, ഏറ്റവും വലിയ കച്ചവടക്കാരായ മനുഷ്യർ, അങ്ങനെ ആ കാലത്തെ വലിയ മനുഷ്യരാണ് ഈ അറബ് സമൂഹം. അവർക്കിടയിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗം കൊണ്ട് എത്തിച്ചേരുന്നത്. അവിടെ നിന്ന് മദീനയിലേക്ക് എത്തുന്നു.
മദീനയിൽ എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത്? അത് നിങ്ങൾ പഠിക്കാൻ ഒന്നാമത്തെ പാഠം. മദീനയിൽ എങ്ങനെ ഇസ്ലാം വളരുന്നു എന്നുള്ളതിനെ കുറിച്ച്. എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത്? എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത്? എങ്ങനെയാണ് ഇസ്ലാം വളരുന്നത്? ഘട്ടം ഘട്ടമായിട്ട്, ഒരു ദിവസം കൊണ്ടല്ല. ഇന്ന് മുതൽ നാളെ മുതൽ ഇങ്ങനെ എന്നല്ല ഒരു സമൂഹത്തെ മാറ്റുന്നത്. മദീനയിലേക്ക് ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി മുത്തുനബി ആരെ പറഞ്ഞേക്കുന്നത്? ആരെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മുത്തുനബി പറഞ്ഞയച്ചത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അല്ലേ? മിസ്ബാഹ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അല്ലേ? ആരാണ്? നിങ്ങൾ പ്രതികരിക്കുക അബീമാരെ. മിസ്ബാഹ് റളിയല്ലാഹു അൻഹു. പിന്നീട് മദീനയിൽ നിന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ആ സന്ദർഭം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. മദീനയിൽ നിന്ന് യമനിലേക്ക് പറഞ്ഞേക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ച് മുമ്പിൽ നടക്കുന്നുണ്ട് നിങ്ങൾ. ആ നടന്നു പോകുന്ന വഴിയിൽ വെച്ച് മുആദിനോട് പറയുന്നുണ്ട് റളിയല്ലാഹു അൻഹു, അന്ന് എനിക്ക് തിരിച്ചു വരുമ്പോൾ അന്ന് എൻ്റെ ഖബറിന്റെ പരിസരത്തൂടെ ആയിരിക്കും പോവുക. അതിനർത്ഥം നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാനവിടെ ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെ സങ്കടത്തോടെ യാത്ര പോകുന്ന മുആദ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട്. ആ ഓഫറാണ് സംഘടനാ പ്രവർത്തകർക്കുള്ള ഓഫർ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുഖേന ഒരാൾ നന്നായാൽ നിങ്ങൾക്കത് ദുനിയാവിൽ എന്ത് ലഭിക്കുന്നതിനേക്കാളും മെച്ചമാണ് നിങ്ങൾ മുഖേന ഒരാൾ നന്നാവുന്നത്. എത്ര പേര് നന്നാവണം? ഒരാൾ. അപ്പൊ SSFകാരുടെ ഒരു മോട്ടീവ് എന്താണ്? എന്താണ് SSFന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? എന്താണ് SSFന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ? നമ്മൾ മുഖേന ഒരാൾ നന്നാവും. അപ്പൊ അതിന്റെ ആദ്യത്തെ പടിയാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് ഇസ്ലാമിൽ ഈ മാറ്റം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ, ആ മാറ്റം ഘട്ടം ഘട്ടമായിട്ടുണ്ടായത്. ഒരു ദിവസം കൊണ്ടല്ല ഇസ്ലാമിക സമൂഹം രൂപപ്പെട്ടു വന്നു, മറിച്ച് ദീർഘമായൊരു കാലമെടുത്തു. മദ്യനിരോധനം നടപ്പിലാക്കുന്ന സന്ദർഭം, കള്ളിൽ കുളിച്ച് അത്തക്കാലത്ത് അറബികൾ പാട്ടുപാടിയിരുന്നത് മരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മുന്തിരി വള്ളിയുടെ അടിയിൽ കുഴിച്ചിടണം. കാരണം അങ്ങനെയെങ്കിലും മുന്തിരി ഉണ്ടാവുള്ള കള്ളുണ്ടാക്കുക. അപ്പൊ കള്ളിന്റെ രുചി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെയാണ് മദീനയിൽ ഘട്ടം ഘട്ടമായിട്ട് മദ്യനിരോധനം നടപ്പിലാക്കുന്നത്. ആദ്യം നിസ്കാരത്തിൽ എടുക്കുന്ന ബന്ധിപ്പിക്കരുത് എന്ന് പറയുന്നത്, പിന്നെ പല ഘട്ടങ്ങളായിട്ട് മദ്യനിരോധനം നടപ്പിലാക്കുന്നു. ഒടുവിൽ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് നടപ്പിലാക്കുന്നു. അന്ന് മദീനയിലെ മണ്ണിൽ ഈ കള്ളിന്റെ ടാങ്കറുകൾ പൊട്ടിയൊലിച്ച് തെരുവിലൂടെ ഒലിച്ചു പോയിരുന്നു എന്നാണ്. അത്രയധികം മദ്യം ആളുകൾ ഉപേക്ഷിച്ചു. എങ്ങനെയാണ് ഉപേക്ഷിക്കുന്നത്? ആളുകൾ അതിലേക്ക് എത്തിക്കുകയാണ്. ഒരാൾ വന്നിട്ട് പറയുന്നത്, ഞാൻ ബാക്കിയൊക്കെ ഞാൻ അനുസരിച്ചോളാം, പക്ഷെ ഞാൻ വ്യഭിചരിക്കും, ബാക്കിയൊക്കെ ഞാൻ അനുസരിച്ചോളാം. അവിടെ നിന്ന് തിരിച്ചു വയ്ക്കുന്ന ചോദ്യമുണ്ട്. ശരി, നിങ്ങൾക്കൊരു ഉമ്മയില്ലേ? ഉമ്മനെ വേറൊരാൾ വ്യഭിചരിക്കുന്ന ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഒരു പെങ്ങളില്ലേ? പെങ്ങളെ വേറൊരാൾ വ്യഭിചരിക്കുന്ന ഇഷ്ടമാണ്. അപ്പൊ നിങ്ങളെ ആരും ഒന്നും ചെയ്യരുത്. അപ്പൊ നിങ്ങൾ വ്യഭിചരിക്കുന്ന ഒരു സ്ത്രീ അവരാരെയോ ഉമ്മയാണ്, അല്ലെങ്കിൽ ആരുടെയോ പെങ്ങളാണ്, ആരുടെയോ ഭാര്യയാണ്. അങ്ങനെ അല്ലാത്ത സ്ത്രീ ഇല്ലല്ലോ അല്ലേ? അപ്പൊ നമ്മൾ അറിയിക്കേണ്ട കേസാണത്. അങ്ങനെ ചേർത്ത് പറയാം. നിങ്ങൾ ക്യാമ്പസിനകത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ഈ അഡോളസൻസ് ഏജിലൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്ന നിങ്ങൾ ക്യാമ്പസിനകത്ത് നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് പ്രണയിക്കാനുള്ള അല്ലെങ്കിൽ പോകാനുള്ള ഇങ്ങനത്തെ കുറേ തോന്നിവാസങ്ങൾക്കുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടാവും. ആ സാധ്യതകൾ എങ്ങനെയാണ് നിശ്ചയിക്കേണ്ടതെന്നുള്ളത് ആ ചോദ്യത്തിന്റെ ഉത്തരം കൂടിയാണ്. ആ ചോദ്യത്തിന്റെ കൂടി ഉത്തരമാണിത്. എന്താണ് ഉത്തരം? നമ്മൾ കാരണം ചീത്തയാവുന്നത് നമ്മളെ സഹോദരി അങ്ങനെ പെടുന്നത് നമുക്ക് ഇഷ്ടമാണോ? നമ്മളെ സഹോദരി ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ രാത്രി മുഴുവൻ ഫോണിൽ സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമാണോ? നമ്മുടെ പെങ്ങള് ഏതോ ഒരുത്തൻ്റെ കൂടെ കറങ്ങിപ്പോണം നമുക്ക് ഇഷ്ടമാണോ? ആണോ അല്ലേ? ആണോ? നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം അല്ല? അപ്പൊ നിങ്ങൾ വേറൊരാളുടെ സഹോദരി അങ്ങനെ ചെയ്യുന്ന അവർക്ക് ഇഷ്ടാവോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ, ഇങ്ങനെ ഇസ്ലാം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇസ്ലാം ചെയ്ത ഓരോ ഘട്ടവുമായിട്ട് ആ മനുഷ്യരെ മുഴുവൻ ഇങ്ങനെ മാറ്റിയെടുക്കുകയും അവർ സ്വഭാവം മാറുന്നു. അവര് പിന്നെ എന്തായി മാറുന്നു അറിയോ? ഒരു കാലത്ത് ഈ അറബ് ജനതയായ മനുഷ്യർ, അവരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? നിവേന്ദ്രികൾ പ്രസംഗിച്ചിട്ടുണ്ടാവും. 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട കാലം എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടാവും. അവരെ പറ്റി പിന്നീട് ഹദീസ് പറയുന്നത് എന്താണ്? അസ്ഹാബി കന്നുജൂം ഇഖ്തദൈതു ഇഹ്തദൈതു. എന്റെ സ്വഭാവത്ത് നക്ഷത്ര തുല്യരാണ്. അവരെല്ലാരും നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ വിജയിക്കുക ചെയ്യും, ഒരു പരാജയം ഉണ്ടാവില്ല. ഇന്നലെ അവരെ പറ്റി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ അവര് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ ഇസ്ലാമിക ചരിത്രം ആലോചിച്ചൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് അത്ഭുതം തോന്നും. മക്കാം ഫത്തഹിന്റെ സന്ദർഭം, മക്ക വിജയിക്കുന്നു, എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നു. ചിലരെ മാപ്പ് കൊടുക്കാതെ അവർക്ക് മാപ്പില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അവർ അതിക്രൂരമായ പീഡനങ്ങൾ ചെയ്തവരാണ് ഇസ്ലാമിക സമൂഹത്തോട്.
അല്ലെ? തങ്ങളുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച സന്ദർഭങ്ങളൊന്നും ഉഹദിൽ ഹംസ റളിയല്ലാഹുവിന്റെ മരണമായിരിക്കും. സ്വന്തം പിതൃവ്യന്റെ അമ്മാവന്റെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ മരണം കാണേണ്ടി വരുന്ന ഒരു സന്ദർഭമുണ്ട്. അതോ അതിക്രൂരമായി പിച്ച് ചീന്തപ്പെട്ട ഒരു ശരീരം കാണേണ്ടി വന്ന മനുഷ്യൻ തങ്ങൾ ആ വഹ്ഷിക്ക് പോലും മാപ്പ് കൊടുത്തു പിന്നീന്നതാണ്. ആരാണ് ഹംസ റളിയല്ലാഹു കൊന്നത്? വഹ്ഷിലെ. പിന്നീട് ചരിത്രം വഹ്ഷി എന്താണ് പറയുന്നത്? റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിച്ചു ഇതിന്റെ ഒരു സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. അബൂ സുഫിയാൻ, പിന്നീട് അബൂ സുഫിയാൻ നമ്മൾ തള്ളിയിട്ടില്ല. ഇങ്ങനെ ഓരോ സന്ദർഭവും ഞാനിങ്ങനെ ദീർഘിപ്പിക്കണില്ല. ഇത് എങ്ങനെ സാധ്യമാവുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് മുഴുവൻ വ്യാപിച്ചത്? ഒരു കാരണമേ ഉള്ളൂ, ഒരു രീതിയേ ഉള്ളൂ. അത് സ്നേഹം കൊണ്ടാണ്, അത് സത്യം കൊണ്ടാണ്, അത് ധർമ്മം കൊണ്ടാണ്. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ എത്തോപ്യയിലേക്ക് പറഞ്ഞയക്കുന്നു. അവിടെ വെച്ച് ജഅഫർ റളിയല്ലാഹു നടത്തുന്ന പ്രസംഗമുണ്ട്, ദീർഘമായൊരു പ്രസംഗമുണ്ട്. നജാശി രാജാവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇസ്ലാം? നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്രവർത്തനം? നിങ്ങളുടെ രീതി എന്താണ്? ഖുറൈശികളൊക്കെ പോയി എത്തോപ്യയിലെ ഈ അബസീനിയയിലെ നേഗസ് രാജാവിനോട് പോയി പറയുന്നു, ഇത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്, അവരെ നിങ്ങൾ സ്വീകരിക്കരുത്, അവർ പുതിയ വാദം കൊണ്ട് വന്നവരാണ്, അതുകൊണ്ട് നിങ്ങൾ അവരെ തള്ളിക്കളയണം എന്ന ഖുറൈശി പ്രതിനിധികൾ വന്ന് നേഗസ് രാജാവിന്റെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ ജഅഫർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നിട്ടുള്ളത്? നിങ്ങളുടെ കയ്യിലുള്ള എന്താണ്? അവർ പറയണ്ടേ, ഞങ്ങള് കുടുംബ ബന്ധം ചേർത്തു, ഞങ്ങൾ നന്മ കൊണ്ട് ഉപദേശിച്ചു, ഞങ്ങൾ വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു, ഞങ്ങൾ മോഷ്ടിക്കരുത് എന്ന് പറഞ്ഞു, ഞങ്ങൾ തെറ്റെയ്യരുത് എന്ന് പറഞ്ഞു. ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ തെറ്റാണ്. നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ആലോചിച്ചു. എന്താണ് ഇസ്ലാം? എന്താണ് ഇസ്ലാം? ഇസ്ലാം വിലക്കിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ലിസ്റ്റ് എടുത്തു. എന്തൊക്കെ ഇസ്ലാം ഹറാമാക്കിയത് എന്ന് പറയും? എന്തെങ്കിലും ഒരു കാര്യം പറയും. മദ്യപാനം കൊണ്ട് ലോകത്തിന് നല്ല സംഭവമാണോ മദ്യപാനം? ഇസ്ലാം മാറ്റി വെക്കും. ഞാൻ പറഞ്ഞ ഒരു ജനറൽ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ, ഒരു മനുഷ്യ ശരീരം എന്ന അർത്ഥത്തിൽ ഒരാൾ മദ്യപിച്ചാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും? അയാളുടെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടാവും, അയാളുടെ സാമ്പത്തികം പ്രശ്നം ഉണ്ടാവും, അയാൾക്ക് ക്യാൻസർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് WHO ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ആരോഗ്യം, ശരീരം അയാൾക്ക് മാത്രമാണോ ബാധിക്കുക? അല്ല, അയാളുടെ സമൂഹത്തെ ബാധിക്കുന്നു, അയാളുടെ വീടിനെ ബാധിക്കുന്നു, അയാളുടെ മക്കളെ ബാധിക്കുന്നു, അയാളുടെ കുടുംബത്തെ ബാധിക്കുന്നു, അയാൾ ജീവിക്കുന്ന നാടിനെ ബാധിക്കുന്നു, അയാൾ മദ്യപിച്ച് റോട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നു, സമൂഹത്തെ ആകമാനം ബാധിക്കുന്നു. ഞാൻ അടുത്തൊരു തെറ്റ് പറയും, മോഷണം. അല്ലേ? ഇസ്ലാം വിലക്കിയ കാര്യം മോഷണം. മോഷണം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഉണ്ടോ? കക്കലുണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? നാട്ടിന് ഗുണമുണ്ടോ? കുറെ കള്ളന്മാരുണ്ടായാൽ ഇല്ല. പിന്നെ ഇസ്ലാം വിലക്കിയ ഏത് കാര്യങ്ങളും, വ്യഭിചാരം. തിന്മകളുടെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ, ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് വേട്ടയാടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് തിന്മയുടെ അടിസ്ഥാനം. ചെയ്തു കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു മോഷ്ടിക്കുന്ന ഒരാൾ കട്ട് വരെ പോയാൽ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇല്ല, അയാളിങ്ങനെ ബേജാറാവും, പഠിച്ചെടുത്താ നാളെ കേസ് കൊടുക്കും, മറ്റന്നാൾ ഞാനിത് ജയിലിലാവും, പിന്നെ എൻ്റെ ജീവിതം എന്തായിരിക്കും? ഇതാണ് ഉള്ളിലുണ്ടാവും. നിങ്ങൾ കൊലപാതകം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് തെറ്റും എക്സോർവായി. അപ്പോൾ ഇസ്ലാം വിലക്കിയ കാര്യങ്ങളൊക്കെ മനുഷ്യ ജീവിതത്തിന് ഏറ്റവും പറ്റാത്തതാണ്. ഞാൻ ഒറ്റ ഉദാഹരണം കൂടി പറയാം. ഒരു കാറ് അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ്, അത് വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ഒരു പുസ്തകം കിട്ടും. അല്ലേ? എന്താ പുസ്തകത്തിന്റെ പേര്? ആ പുസ്തകത്തിന്റെ പേരെന്താ? യൂസർ മാനുവൽ. അല്ലേ? യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ടാവും ഇതിന് വാറണ്ടി ഉണ്ടാവണമെങ്കിൽ ഇന്ന കണ്ടീഷൻ ഉണ്ട്, ഇതിങ്ങനെ ഓടിച്ചാലാണ് ഇതിന് വാറണ്ടി ഉണ്ടാവുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓടിച്ചാലാണ് ഇതിന് കൂടുതൽ മൈലേജ് കിട്ടുക, ഇങ്ങനെ ചെയ്താലാണ് ഇതിന് കൂടുതൽ കാലം ഡ്യൂറബിലിറ്റി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ മൊബൈൽ എനിക്കിഷ്ടം ഉണ്ടാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? വെള്ളത്തിലിടും, ഞാൻ ഫ്രിഡ്ജിൽ വെക്കും, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഇഷ്ടം പോലെ ഉപയോഗിക്കും. ഞാൻ പൈസ കൊടുത്തല്ലേ, ഞാൻ പൈസ കൊടുത്ത ഫോണാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നാളെ രാവിലെ ഫോൺ എടുത്താൽ എന്നിട്ട് ഫോൺ വർക്ക് ചെയ്യാത്തതിന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിന് ഒരു യൂസർ മാനുവൽ ഉണ്ട്. അത് ആരാണ് ഉണ്ടാക്കിയത്? നമ്മുടെ ശരീരം ഉണ്ടാക്കിയ റബ്ബ്. ആ റബ്ബ് നിഷ്കർഷിച്ച കാര്യമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ പറ്റും. ഇസ്ലാമിനെ പറ്റി ആളുകൾ പല അർത്ഥത്തിൽ വിമർശിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നമുക്കിത് കാണാൻ പറ്റും. ഉമ്മനെ ഉപ്പനെ അനുസരിക്കണോ വേണ്ടേ? 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അനുസരിക്കേണ്ട എന്ന് കരുതുന്ന ആളുകളുണ്ട്. 18 വയസ്സ് കഴിഞ്ഞാൽ അനുസരിക്കേണ്ട എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉമ്മയിപ്പയും 18 വർഷം വരെ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ എപ്പോഴെങ്കിലും അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത് നിങ്ങൾക്ക് മനസ്സിലാവണം. അറിയോ, നിങ്ങൾക്ക് ഒരു കുട്ടി ഉണ്ടായാൽ ഞങ്ങൾക്ക് മനസ്സിലാവും.
ഇങ്ങനെയൊക്കെ സഹിച്ചിട്ടുണ്ടാണില്ലേ ഉമ്മയൊക്കെ നമ്മളൊക്കെ വളർത്തിയത്. രാത്രി പനി വരുമ്പോൾ, രാത്രി നമുക്ക് അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ നമ്മളെ തോളിലിട്ടിട്ട് കിലോമീറ്റർ നടന്നു പോയിട്ടുണ്ടാവും ഉപ്പ. നമ്മുടെ ഒരു ആവശ്യത്തിന് പൈസ കണ്ടെത്താൻ വേണ്ടി ഒരു പക്ഷെ പട്ടിണി കിടന്നിട്ടുണ്ടാവും നമ്മളെ ഉപ്പ. ഒരു പക്ഷിയുണ്ട്, ആ പക്ഷി അതിൻ്റെ പെൺപക്ഷി മുട്ടയിട്ട് ഈ മരത്തിൻ്റെ പൊത്തിൽ ഇങ്ങനെ അടയിരിക്കും. മനസ്സിലായില്ലേ സാധനം എന്താന്ന്? ഞാൻ ചോദിക്കണത് നിങ്ങൾക്ക് മലയാളത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കേട്ടോ. ഈ പൊത്തിൽ ഇങ്ങനെ ആ മുട്ടയിട്ട് അത് വിരിയാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ ആൺപക്ഷി എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ മരപ്പൊത്തിന് എന്ത് ചെയ്യും, മണ്ണ് കൊണ്ട് ഇങ്ങനെ അടക്കും. എന്നിട്ടൊരു ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കും. ആ ഹോളിലൂടെ എന്ത് ചെയ്യും, ഈ പെൺപക്ഷി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കൊക്ക് മാത്രം പുറത്തിടും. അപ്പോൾ ആൺപക്ഷി എന്ത് ചെയ്യുന്ന വെച്ചാൽ ലോകം മുഴുവൻ ഇങ്ങനെ നടന്ന് കാട്ടിലൊക്കെ നടന്ന് കിട്ടണൊക്കെ വായിൽ കൊക്കിൽ ഇങ്ങനെ ശേഖരിച്ച് കൊണ്ടുവന്ന് ഈ പെൺപക്ഷിന്റെ വായിലേക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കും. ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഈ പക്ഷി എന്ത് ചെയ്യും, മുട്ടയിട്ട് വിരിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പുതിയ പക്ഷിയായി പുറത്തു വരുമ്പോൾ ഈ ആൺപക്ഷി എന്തായിട്ടുണ്ടാവും, പലപ്പോഴും മരിച്ചു പോയിട്ടുണ്ടാവും. കാരണം ഈ ഓട്ടത്തിനിടയിൽ സ്വന്തമായിട്ട് കഴിക്കാൻ മറന്നുപോകും, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാൻ മറന്നുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഭാര്യനെയും മക്കൾക്കും വേണ്ടിയുള്ള ഭക്ഷണം ഇങ്ങനെ കണ്ടെത്തി കൊടുക്കും. ഇത് കണ്ടെത്തി കൊടുത്ത് വൈകുന്നേരമായ പിന്നെ നാളെ രാവിലെ വീണ്ടും ഈ പണിക്കിറങ്ങണം. ഇത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മരിച്ചു പോയി ചെയ്തു ആൺപക്ഷിയെ കുറിച്ച് എവിടെയോ വായിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇത് വായിക്കുമ്പോൾ നമ്മളെ ഉപ്പമാരെയാണ് ഓർമ്മ വരുന്നത് അല്ലേ? നമ്മൾ ഉപ്പമാരങ്ങനെ അല്ലേ യഥാർത്ഥത്തിൽ? അവരുടെ ജീവിതത്തിന്റെ സുഖവും സന്തോഷവും ഒക്കെ മക്കൾ ഉണ്ടായതിനു ശേഷം മക്കൾ എന്ന് കരുതി മാറ്റി വെക്കുകയും അവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി അവർ ജീവിതം സഹിക്കുകയും ചെയ്യുന്നത്. എത്ര വലിയ ആളാണെങ്കിൽ, എത്ര വലിയ അർത്ഥങ്ങളിൽ സന്തോഷങ്ങളുണ്ടെങ്കിൽ പോലും മക്കളുടെ ജീവിതമാണ് അല്ലെങ്കിൽ മക്കളുടെ സന്തോഷമാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാങ്ങിത്തരുകയും ചെയ്യും. നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്, നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പണ്ടത്തെ പോലെയല്ല, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിപ്പിച്ചു കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ പുതിയ സ്കൂൾ സിസ്റ്റം വന്നതിന് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് പറയാറുള്ളത്, നമ്മൾക്ക് തോക്കാൻ അവസരമില്ല, പരാജയപ്പെടാൻ അവസരമില്ല. നമ്മളിങ്ങനെ ജയിച്ച് പോവുകയാണ്. മാർക്ക് ഇട്ടുണ്ട്, ജയിക്കുന്നുണ്ട്, എ ഗ്രേഡ് ഇട്ടുണ്ട്, A+ ഇട്ടുണ്ട്, ജയിച്ച് പോകാൻ തോക്കുന്നില്ല, പരാജയപ്പെടുന്നില്ല. നമ്മൾ ആഗ്രഹിക്കണമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ആഗ്രഹിച്ചൊക്കെ കിട്ടുമ്പോൾ നമ്മൾ അറിയാതെ എന്താവുമെന്ന് വെച്ചാൽ ഒരു ചെറിയ സാധനം കിട്ടാതാവുമ്പോൾ ഭയങ്കര ഡിപ്രഷനായി, വേദനയായി, ടെൻഷനായി, അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട്. അല്ല, നമുക്ക് ആഗ്രഹിക്കുന്ന പലതും കിട്ടാതിരിക്കാനുള്ളത് കൂടെയാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്ന പലതും കിട്ടാതിരിക്കാനുള്ളത്, അതിനോട് കോപ്പ് ചെയ്യാം. ഈ സോഷ്യൽ മീഡിയയിൽ ഒരു തിയറി ഉണ്ടല്ലോ, ഫോമോ. എന്തിനാണ് വാട്സാപ്പ് സ്റ്റാറ്റസ് 24 മണിക്കൂറാക്കിയത്? ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറി 24 മണിക്കൂർ കഴിഞ്ഞാൽ മാഞ്ഞു പോകൂല്ലേ? എന്തിനായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? ഉണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് നാളെ നോക്കിയാലും കാണാം. അതിനങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. എന്തിനാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക? അങ്ങനെ ചെയ്തത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കണം. എന്തിനു ഫോൺ നോക്കണം? ആരെങ്കിലും സ്റ്റോറി ഇട്ടുണ്ടോ? ആരെങ്കിലും സ്റ്റാറ്റസ് ഇട്ടുണ്ടോ? ആരെങ്കിലും സ്റ്റോറി ഞാൻ കാണാതെ പോവോ? ഇതിന്റെ പേരാണ്, ഇതൊരു മനോരോഗമാണ്, ഇതിന്റെ പേരാണ് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. FOMO, ഫോമോ. നമുക്കൊക്കെ ഉണ്ടോ ഇങ്ങനെ ആലോചിക്കാൻ മതി. ഫോമോ. ഈ ഫോമോയുടെ അഡിക്റ്റുകളാണ് നമ്മളെല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിന് ഒരു യൂസർ മാനുവൽ ഉണ്ട്. ആ യൂസർ മാനുവൽ അനുസരിച്ച് ജീവിക്കുന്നതിന്റെ പേരാണ് വിശുദ്ധ ഇസ്ലാം. അങ്ങനെയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇസ്ലാം അങ്ങനെയാണ്. ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇസ്ലാം കൽപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അത് ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇസ്ലാം കൽപ്പിക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഇല്ല. നമുക്ക് എവിടെയെങ്കിലും അഭിമാനത്തിന് കുറവുണ്ടാക്കുന്നുണ്ടോ? നമുക്ക് എവിടെയെങ്കിലും ഇതിങ്ങനെ ഇസ്ലാം ഇങ്ങനെ ചെയ്യുന്നു പറയാൻ പറ്റാത്തത്, ഇതിപ്പോൾ ആൾക്കാരെ മുമ്പിൽ പറയാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെയാണോ പറഞ്ഞത്? അല്ലേ? ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യം എന്താ? ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ ഈ തിന്മകളിൽ നിന്നൊക്കെ മാറിയിരിക്കണം, നന്മ കൊണ്ട് കൽപ്പിക്കണം, ആളുകളെ നല്ലതിലേക്ക് ക്ഷണിക്കണം, ആളുകളോടൊക്കെ നല്ലത് പറയണം, ആളുകളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറണം, എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ആരെയും വേദനിപ്പിക്കണം. ഇസ്ലാം ഭയങ്കര സൗന്ദര്യമുള്ളൊരു മതമാണ്. ഇസ്ലാം ഇപ്പോൾ ഇങ്ങനെ ആളുകളോടൊക്കെ നമ്മളോടൊക്കെ, നിങ്ങൾക്ക് റബ്ബ് പൊരുത്തപ്പെടാത്തൊരു തെറ്റേ ഉള്ളൂ. എന്താണ്? മനുഷ്യർക്ക് വേദന ഉണ്ടാക്കുക, മനുഷ്യരുമായിട്ടുള്ള ഇടപാട്, അത് മനുഷ്യരായിട്ട് നിങ്ങൾ തീർക്കണം എന്നാണ്. ബാക്കി എന്ത് തെറ്റ് ചെയ്യുന്ന ആളുകളോട് റബ്ബ് പറയണ പൊരുത്തപ്പെട്ട തൗബയ്യു. അത് നിങ്ങൾ ഒരാളുടെ കുറ്റം പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, അല്ലെ? ഗീബത്തും നമീമത്തൊക്കെ പറഞ്ഞു, ഒരാളെ കുറ്റം പറഞ്ഞു, ഒരാളെ നിങ്ങൾ എന്നെ പറ്റി കുറേ കുറ്റം പറഞ്ഞു വെച്ചാൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ? എനിക്ക് എന്തെങ്കിലും കുറവുണ്ടാവോ? എനിക്ക് വേദന ഉണ്ടാവോ? എനിക്ക് നടക്കാൻ പറ്റാതാവോ? ഒന്നുമില്ല.
പക്ഷെ എന്നാൽ പോലും അത് എന്നെ ബാധിക്കുന്നുണ്ട്. എവിടെ? എൻ്റെ അഭിമാനത്തെ. ഹജ്ജത്തുൽ വദാഇൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് നിങ്ങൾ പ്രസംഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഒരു മനുഷ്യന്റെ രക്തം, ധനം, ഒരാളുടെ ജീവനും അയാളുടെ പൈസയും എത്രമാത്രം പ്രധാനമാണോ അത്രമേൽ പ്രധാനമാണ് അയാളുടെ അഭിമാനവും. അത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒന്നും ചെയ്യരുത്. എൻ്റെ സഹാബിവര്യന്മാർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, ഭയങ്കര ഇന്റിമേറ്റ് ഫ്രണ്ട്സാണ് അവർ. സൗഹൃദത്തിന്റെ ഏറ്റവും മനോഹരമായ അടയാളമാണ് അവർ. പക്ഷെ ഒരു ദിവസം ഒരാൾ മറ്റേയാളെ തമാശക്ക് ആഫ്രിക്കക്കാരാണെന്ന് വിളിച്ചു. തമാശക്ക് വിളിച്ചാണ്, നീ ഒരു നീഗ്രോ അല്ലേ എന്ന സ്റ്റൈലിലുള്ള ഒരു വാക്ക് ഇങ്ങനെ പ്രയോഗിച്ചു പോയതാണ്, വളരെ തമാശക്ക് പ്രയോഗിച്ചു പോയതാണ്. ഇപ്പൊ നിങ്ങളുടെ മുഖം ചോന്നു, ഇവ ഒരു പരാതി എത്തിച്ചുള്ളതാ ഉദ്ദേശിച്ചത്. മുഖം ചോന്നു. നിങ്ങൾ ഈ ജാഹിലിയ കാലത്തെ പോലെ ഒരാൾ ആക്ഷേപിക്കുന്നൊന്നും നിർത്തിയില്ലേ, ബോഡി ഷേമിങ്ങൊന്നും നിർത്തിയില്ലേ എന്ന് അവിടുന്ന് ചോദിച്ചു. സുഹൃത്തിന് ഭയങ്കര വിഷമമുണ്ടായി. എൻ്റെ സുഹൃത്ത് നടന്നു പോകുന്ന വഴി ഈ സ്വഹാബവര്യൻ ഇങ്ങനെ കിടന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കവിളിൽ ചവിട്ടി നടന്നു പോയാലല്ലാതെ ഞാൻ എണീക്കുന്ന പ്രശ്നമില്ല. ഞങ്ങളെ തമാശക്ക് പറഞ്ഞതാണ്, ശരി, അതിൻ്റെ ഗൗരവം എനിക്ക് മനസ്സിലായില്ല, ഞങ്ങളെ കളിയാക്കിയത് നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അതിനിപ്പോൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ മുഖത്ത് നിങ്ങളെ കാല് വെച്ച് ചവിട്ടണം എന്ന് പറഞ്ഞ് മരുഭൂമിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. രണ്ടുപേരെ എണീറ്റ് കെട്ടിപ്പിടിച്ച് പരസ്പരം കണ്ണീരൊലിപ്പിക്കുന്ന രംഗമുണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ. ഇതെന്താണ് ഇസ്ലാം പറഞ്ഞത് വെച്ചാൽ, ഒരാളെയും നിങ്ങൾ വേദനിപ്പിക്കരുത്, ഒരു മനുഷ്യനെയും വേദനിപ്പിക്കരുത്. ഇസ്ലാം നിങ്ങൾക്ക് വലിയ പുണ്യം നൽകുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു. ഇസ്ലാം ഭയങ്കര പ്രാധാന്യത്തോടെ പറയുന്ന കാര്യം, വഴിയിലെ തടസ്സം നീക്കുക, വഴിയിലെ മാലിന്യങ്ങൾ നീക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കുക. എന്താണ് നമ്മുടെ ഈ ഉലമാക്കളൊക്കെ ചെയ്തിട്ടുള്ള കാര്യം? ഏതെങ്കിലും ഒരു മനുഷ്യനും, ആരുടെ ഈ സൂഫിയായ മനുഷ്യന്മാർ എന്നൊക്കെ പറഞ്ഞത്, അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യമുള്ളൂ, ഏതെങ്കിലും ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. മനുഷ്യന് മാത്രമല്ല, അഹ്മദ് റിഫായി മഹാനവറുകളുടെയൊക്കെ ചരിത്രങ്ങൾ എടുത്ത് നോക്കൂ. ഒരു നായയുടെ ചരിത്രം നമ്മൾ പഠിക്കാൻ, അനേകം നായകൾ അല്ലെങ്കിൽ അനേകം ജീവജാലങ്ങളുടെ, അനേകം മനുഷ്യരുടെ ഈ വേദനകളെ മുഴുവൻ അവർ ഏറ്റെടുത്തു. എവിടെയെങ്കിലും കിടപ്പ് രോഗിയുണ്ടെന്ന് പറഞ്ഞാൽ ആ കിടപ്പ് രോഗിനെ ശുശ്രൂഷിക്കുന്നു, കുഷ്ഠരോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ കുഷ്ഠരോഗിനെ ശുശ്രൂഷിക്കുന്നു. ലെപ്രസി ഇന്ന് നമ്മുടെ നാട്ടിലൊന്നും വ്യാപകമല്ല. ലെപ്രസി വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മാത്രമേ ഒരു പക്ഷേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ലെപ്രസി എന്നൊരു അസുഖം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയിട്ടുണ്ട്. ലെപ്രസിക്ക് വന്ന ആളുകൾ ഒരു കാലത്ത് സമൂഹത്തിൽ ഇങ്ങനെ മാറ്റി വെക്കലേ, ആരും തിരിഞ്ഞു നോക്കൂല. അവരൊക്കെ ഏറ്റെടുത്ത് കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തതിന്റെ പേരാണ്, അങ്ങനെയാണ് അവർ സൂഫികളായി മാറുന്നത്. നിങ്ങൾ സൂഫി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് നിങ്ങളാണ് സൂഫി എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് സൂഫിസം. കുണ്ടൂരുസ്ഥാനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുണ്ടൂരുസ്ഥാനെ കേട്ടിട്ടുണ്ടോ? വലിയ സൂഫിയായ മഹാനായിരുന്നു. അവരുടെ ഒക്കെ പറക്കത്തുകൊണ്ട് നമ്മളെല്ലാം നന്നാക്കി തെരുമാറാവട്ടെ. അപ്പൊ കുണ്ടൂരുസ്ഥാന് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ റോഡിന്റെ സൈഡിൽ ഒരു തട്ട് കിടന്ന ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. തട്ട് കിടന്നൊരു മനുഷ്യൻ. അപ്പോഴാണ് മഴ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്, നല്ല മഴ പെയ്യും. അപ്പൊ കുണ്ടൂരുസ്ഥാൻ ആലോചിച്ച്, പഠിച്ചോനെ ഈ മനുഷ്യന് ഇന്നത്തെ കച്ചവടം ഉണ്ടാവില്ലല്ലോ, അതുണ്ടാക്കിയ കറിയും അപ്പവും കടിയും ഇതെല്ലാം ഉണ്ടാവും, മഴ വന്നാൽ പിന്നെ ആരും പുറത്തിറങ്ങൂല. കുണ്ടൂരുസ്ഥാൻ ഉടനെ എന്ത് ചെയ്തു വെച്ചാൽ, കേശയിലുള്ള മുഴുവൻ പൈസ എടുത്ത് ആ കടി മുഴുവൻ വാങ്ങിയിട്ട് എന്ത് ചെയ്തു, ആ നാട്ടിലുള്ള പാവങ്ങളൊക്കെ വീട്ടിലേക്ക് കൊടുത്തു. ആരാണ് കുണ്ടൂരുസ്ഥാൻ? കുണ്ടൂരുസ്ഥാൻ സൂഫി. നിങ്ങൾ എക്യുസ്ഥാൻ ആത്മകഥ വായിച്ചിട്ടുണ്ടോ? വിശ്വാസപൂർവ്വം വായിച്ചിട്ടുണ്ടോ? എക്യുസ്ഥാന്റെ ഉസ്താദിനെ കുറിച്ച് പറയുന്നുണ്ട്. പോക്കറുറ്റി ഉസ്താദ് എന്നാണ് ഉസ്താദിന്റെ ഉസ്താദിന്റെ പേര്. വലിയ സൂഫിയായ മനുഷ്യനാണ്, സൂഫിയായ ജീവിതം നയിക്കുന്ന മനുഷ്യനാണ്. മൂപ്പരെ കയ്യിൽ അരപ്പട്ടയിൽ എപ്പോഴും കുറച്ച് പൈസ ഉണ്ടാവും. എന്തിനാണെന്നറിയാം? വഴിയിൽ പോകുന്ന ആർക്കെങ്കിലും പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഓർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞത്. ഞാൻ അതാണ് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്. ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കുക. എന്താണ് ഇസ്ലാം? ഇസ്ലാം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യലാണ്, മറ്റൊരാളെയും വേദനിപ്പിക്കാതിരിക്കലാണ്. നമ്മുടെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യന്, ഒരു ജീവിക്ക്, ഒരു മരത്തിന്, ഒരു പ്രകൃതിക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ജീവിച്ചു പോകുന്നതിന്റെ പേരാണ് വിശുദ്ധ ഇസ്ലാം. അങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് SSF നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം. ഒരാൾ SSFകാരനാവുക എന്ന് പറഞ്ഞാൽ അയാൾ പൂർണ്ണമായ മുസ്ലിം ആവുക എന്നാണ്. SSF എന്നുള്ള പേര് നമ്മൾ ഇംഗ്ലീഷിൽ പ്രയോഗിക്കുന്ന പേരാണ്. ഇക്കാലത്ത് അങ്ങനെ ഒരു പേര് നമ്മൾ ഉപയോഗിക്കുന്നു. 73 SSF ഉണ്ടായി. SSF 73 ഉണ്ടായതല്ല. SSF ഉണ്ടാകുന്നത് മക്കയിൽ നിന്ന് അല്ലെങ്കിൽ മദീനയിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന ഒരു ഇസ്ലാമിക സമൂഹത്തിന്റെ തുടർച്ചയാണ്. 1973 SSF എന്ന പേര് സ്വീകരിക്കുന്നത്രേ ഉള്ളൂ. അല്ലാതെ SSF എന്നുള്ളത് 1973 രൂപീകരിച്ച ഒരു സംഘടനയുടെ പേരല്ല. SSFന്റെ യഥാർത്ഥ ഇസ്ലാമാണ് SSF. അപ്പൊ ഇസ്ലാം എന്നുണ്ടായോ അന്ന് മുതൽ SSF ഉണ്ട്. അങ്ങേ തലക്കിൽ സ്വഹാബത്ത് നിൽക്കുന്ന അതിന്റെ പിന്തുടർച്ച ഇക്കാലത്ത് ഇസ്ലാമിക പ്രവർത്തനം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലുണ്ടാവേണ്ട കാര്യം. അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയി തന്നെ കാണണം. ഇസ്ലാമിക പ്രവർത്തകനാവുക, SSFകാരനാവുക എന്ന് പറഞ്ഞാൽ
നിങ്ങളിങ്ങനെ നാട്ടിലൊരു സാധാരണ സംഘടനാ പ്രവർത്തകൻ എന്ന അർത്ഥത്തിലല്ല നിങ്ങൾ കണ്ട് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കുറച്ചുകൂടി വലിയ ഉത്തരവാദിത്വം ഞങ്ങളോട് അങ്ങനെയാണ് പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വളരെ വലിയ ഉത്തരവാദിത്വമാണ്. നിങ്ങൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം എന്താണ് പറഞ്ഞത്? പഠിക്കുക. ഒന്നാമത്തെ കാര്യം പഠിക്കുക, ഇസ്ലാമിനെ പഠിക്കുക. രണ്ടാമത്തെ കാര്യം ഇസ്ലാമിനെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇസ്ലാമിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. പഠിക്കാൻ തീരുമാനിച്ചില്ലേ? പഠിക്കാൻ തീരുമാനിച്ച നിങ്ങൾ എന്തൊക്കെ സാധ്യതയുണ്ട്? മദ്രസ കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള സാധ്യതകളുണ്ട്. ദർസിൽ ചേരാം, ഓൺലൈനിൽ പഠിക്കാം, അല്ലെങ്കിൽ പലതരത്തിൽ നമുക്ക് ഇസ്ലാമിനെ പഠിക്കാം. നാട്ടിലെ ഉസ്താദിന്റെ അടുത്ത് പോയി നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഒരു അരമണിക്കൂർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാം. ഇത്ര ഹദീസ് ഞാൻ കാണാതെ പഠിക്കും, ഇത്ര സൂറത്ത് ഞാൻ കാണാതെ പഠിക്കും, ഇത്ര ആയത്തുകൾ ഞാൻ കാണാതെ പഠിക്കും, അതിന്റെ അർത്ഥങ്ങൾ ഞാൻ കാണാതെ പഠിക്കും. ഇത് വായിച്ചതും പറയട്ടോ, ഹദീസോ ആയത്തോ ഇസ്ലാമിന്റെ ഒരു അറിവും നിങ്ങൾ വായിച്ചു പഠിക്കാൻ ഒരു സംഗതിയല്ല. നിങ്ങൾ ഉസ്താദന്മാരുടെ അടുത്തിരുന്ന് നിങ്ങൾ പഠിക്കണം. ഈ സമയം കണ്ടാൽ കിട്ടുന്നില്ല എന്ന് നമ്മൾ വെറുതെ പറയണം. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. സമയം കിട്ടുന്നില്ല നമ്മൾ വെറുതെ പറയണം. നമ്മൾ എത്ര സമയം കിട്ടുന്നില്ല, എത്ര തിരക്കാണ് എന്ന് പറഞ്ഞാലും അന്ന് രാത്രി നമ്മൾ ഏറ്റവും അടുത്ത ഫ്രണ്ട്സ് നമുക്കൊരു ട്രിപ്പ് പോയാലോ എന്ന് വിചാരിച്ചാൽ പോവില്ലേ? നാളെ രാവിലെ നമുക്ക് ട്രിപ്പ് പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ബാക്കിയൊക്കെ വെക്കട്ടെ, ഞാനിപ്പോ പോകാറില്ല. ഞങ്ങളുടെ നാട്ടിൽ തമാശക്ക് പറയലുണ്ട്, ഒരാളെ ഈ മരിക്കാൻ നേരത്തെ സംസം വെള്ളം എടുക്കേണ്ടി വരാൻ വേണ്ടി പറഞ്ഞയച്ചോ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളി കണ്ടപ്പോൾ വൈകുന്നേരം വരെ അവിടെ വന്നു മാമ മരിക്കുമ്പോൾ അങ്ങനെ സംസം വെള്ളം കൊണ്ടുവരേണ്ട തിരക്കാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും? ട്രിപ്പ് പോകണം തന്നെ പോകില്ലേ? ഉള്ളിൽ ഇങ്ങനെ പോകുന്നല്ലേ പറഞ്ഞ് അവർക്ക് ഇവിടുന്ന് സമയം ഉണ്ടാവണം. സമയം ഉണ്ടാവും. പരീക്ഷന്റെ രാത്രി നാളെ എന്തായാലും 2 ചാപ്റ്റർ തീർത്തേ പറ്റൂ എന്ന് വരുമ്പോൾ നമുക്ക് പഠിക്കാൻ നേരമുണ്ട്. അവ പഠിക്കാൻ പറ്റുന്നുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇസ്ലാമിനെ പഠിക്കാൻ നിങ്ങൾ സമയങ്ങൾ. രണ്ടാമത് ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഇസ്ലാം എങ്ങനെയാണ് ലോകത്ത് പ്രചരിച്ചിട്ടുണ്ടാവുക? എങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത്? ഞങ്ങൾ പഴയ കാലത്ത്, നിങ്ങൾ തൊട്ടടുത്ത കാലത്ത് നോക്കൂ, നമ്മുടെ ചുറ്റുള്ള മനുഷ്യരെ നോക്കൂ, അവരെങ്ങനെയാണ് ഈ പുതിയ വിശ്വാസികളായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളെ നോക്കൂ. അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഇസ്ലാമിനെ പഠിച്ചത്? നിങ്ങൾക്ക് എന്താ ഇസ്ലാമിനെ കുറിച്ച് അറിയാം? അവർ പറയും, എനിക്കൊരു മുസ്ലിമായ സുഹൃത്തുണ്ടായിരുന്നു, എനിക്കൊരു മുസ്ലിമായ ഒരു സുഹൃത്തിനെ പരിചയം ഉണ്ടായിരുന്നു, അയാളിൽ നിന്ന് ഞാൻ ഇസ്ലാമിന് എന്താണെന്ന് മനസ്സിലാക്കി. പിന്നെ അയാളോട് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അയാൾ ഇസ്ലാമിലേക്ക് കടന്നു. ഇസ്ലാം ലോകത്തെ പ്രചരിച്ചിട്ട് എല്ലാ സന്ദർഭവും ഇസ്ലാമിനെ ആളുകൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളത്. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പണി, നിങ്ങൾ ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എങ്ങനെയാണ് ഇസ്ലാമിന്റെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കുക? ഇസ്ലാമിന്റെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്? സത്യം മാത്രം പറയുക, കളവ് പറയാതിരിക്കുക, അശ്ലീലങ്ങൾ ചെയ്യാതിരിക്കുക, സാമ്പത്തിക ഇടപാടിൽ സൂക്ഷ്മത പാലിക്കുക. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അയാൾ ക്യാമ്പസിലുള്ള എല്ലാ കുട്ടികൾക്കും, പല കുട്ടികൾക്കും ചെറിയ ചെറിയ ചില്ലറ പൈസ ഇങ്ങനെ കൊടുത്തു. 5 രൂപ, 10 രൂപ, 20 രൂപ, 30 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൈസ കൊടുത്തു. അപ്പൊ ആളുകൾക്ക് കൽപ്പത് ഇയാൾ എന്താണ് ചെയ്യുന്നത്? അയാൾ പേര് ഡോക്ടർ ഷമീർ അലി എന്നാണ്, SSFന്റെ കേരളത്തിലെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അയാൾ ചില്ലറ പൈസ ഇങ്ങനെ കൊടുത്തപ്പോൾ ആളുകൾക്ക് ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഒന്നിച്ച് ചായ കുടിക്കുമ്പോൾ അങ്ങനെ ബാക്കി വന്ന 1 രൂപ ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ഓർമ്മയിൽ പോലും അതുണ്ടാവില്ല നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിൽ. ഞാനതൊക്കെ കണക്കൂട്ടി വെച്ചിരുന്നു, നമ്മൾ നല്ല ഇടപാടാണ്. ഞാനൊരു മുസ്ലിം വിശ്വാസിയാണ്, അതുകൊണ്ട് ആ 1 രൂപക്ക് കണക്ക് നാളെ പറയേണ്ടി വരും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, നിങ്ങളെ കണക്ക് തീർക്കുകയാണ് എന്നാണ് പറയുന്നത്. ഒരിക്കലും SSFന്റെ സ്റ്റേറ്റ് ക്യാമ്പ് എടുക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ കാളികാവിൽ വെച്ചാണ് ക്യാമ്പ്. ആ ക്യാമ്പിൽ വെച്ചൊരു ദുരന്തം ഉണ്ടായി. ആ ക്യാമ്പിൽ വന്നിട്ടുള്ള ഒരു കൂട്ടുകാരൻ ആ ക്യാമ്പിൽ വെച്ച് മുങ്ങി മരിച്ചു. തൊട്ടടുത്തുള്ള ഒരു പുഴയിൽ എല്ലാവരും കൂടി കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ മുങ്ങി മരിച്ചു. സ്വാഭാവികമായിട്ടും നമ്മുടെ മുമ്പിൽ പരാതി വന്നു, സ്റ്റേറ്റ് ഓഫീസിലേക്ക് കൂടി വന്നു. എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഞങ്ങളിവിടെ പുറപ്പെട്ടു. അങ്ങനെ അവിടെ എത്തി മയ്യത്ത് പോസ്റ്റ്മോർട്ടത്തിന് ഹോസ്പിറ്റലിലേക്കൊക്കെ എടുത്തു. പോലീസ് കേസൊക്കെ ആയി. പക്ഷേ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് പറയണ്ടേ? ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ഈ കുട്ടീനെ SSF ആർക്കാർക്കും പരിചയമില്ല, നാട്ടിലെ ലോക്കൽ SSF ആർക്കാർക്കും പരിചയമില്ല, ക്യാമ്പസിലെ SSF ആർക്ക് മാത്രമേ ഇവന് അറിയുള്ളൂ. അവന് ബാഗിൽ നിന്ന് ഐഡന്റിറ്റി കാർഡ് എടുത്ത് അഡ്രസ്സ് കണ്ടെത്തി വീട്ടിലെത്തി നേരെ പോയി ഉമ്മാനോട് വിഷയം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആണുങ്ങളാരില്ല, ഉപ്പ ഗൾഫിലാണ്,
അപ്പോൾ ബന്ധുക്കളൊക്കെ അന്വേഷിച്ച് ഒരു അമ്മാവനെ കണ്ടെത്തി അയാളോട് വിവരം പറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ അറിയാത്ത ഒരാളിൻ്റെ വീട്ടിൽ പെട്ടുകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞാലുണ്ടാകുന്ന ഒരു പ്രതികരണം എന്തായിരിക്കും? ഞാൻ ആകെ പ്രശ്നമായി, ബഹളായി, അങ്ങനെ എല്ലാം കഴിഞ്ഞു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മയ്യത്തൊക്കെ മറവ് ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു. ഞാൻ പറയുന്നതല്ല. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഒരു സംശയം ഉണ്ടായി, ഈ കുട്ടി എങ്ങനെയാണ് SSF ആയത്? നാട്ടിൽ SSF യൂണിറ്റ് പോലും ഇല്ല, ഈ കുട്ടി എങ്ങനെ SSF ആയി? അപ്പോൾ ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു. കന്യാകുമാരിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ക്യാമ്പസിലുള്ള മറ്റു കുട്ടികളോട് ചോദിച്ചാൽ എങ്ങനെ ഇവനെങ്ങനെയാണ് SSF ആയത്, ഇവനെങ്ങനെയാണ് SSFിൻ്റെ സ്റ്റേറ്റ് ക്യാമ്പിൽ എത്തുന്നത്? അപ്പോൾ ഇവർ പറഞ്ഞു, അവൻ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ക്യാമ്പസിലുള്ള മറ്റ് SSFകാരായ കുട്ടികൾ അവനോട് പറഞ്ഞു, ഈ ക്യാമ്പസിൽ എനിക്ക് 2 രൂപത്തിൽ ജീവിക്കാം. ഒന്നാമത്തെ രൂപം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളുടെ വീട് തൃശ്ശൂരിലാണ്, കന്യാകുമാരി നിന്ന് 10-400 കിലോമീറ്റർ അപ്പുറത്താണ്. നിങ്ങളുടെ ഒരാളും ഇവിടെ നിയന്ത്രിക്കില്ല. നിങ്ങളാരും നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ എഴുതുന്നുണ്ടോ, നിങ്ങൾ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഒന്നും നോക്കൂല. നിങ്ങൾക്ക് അടിച്ചു പൊളിച്ച് ലാവിഷായി ജീവിക്കാം. ഡ്രഗ് വേണമെങ്കിൽ ഡ്രഗ് ഉണ്ട്, അല്ലെങ്കിൽ സെക്സ് വേണമെങ്കിൽ സെക്സ് ഉണ്ട്, തോന്നിവാസം വേണമെങ്കിൽ അതുണ്ട്, പ്രണയം വേണമെങ്കിൽ അതുണ്ട്, എന്തും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാം. സിനിമ വേണമെങ്കിൽ അതുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാം. രണ്ടാമത്തെ ഒരു ജീവിതമുണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ആൾക്കാർ ഞങ്ങൾ കൃത്യമായിട്ട് നിസ്കരിക്കും. ഞങ്ങൾ റൂമിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ നിസ്കരിക്കാറുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ സ്വലാത്ത് മജ്‌ലിസ് എന്നുള്ള പേരിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഞങ്ങൾ ഒരുമിച്ച് ചേരാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെയും ഭാഗമാവാം. ഈ കുട്ടി രണ്ടാമത്തെ വഴി തിരഞ്ഞെടുത്തിട്ട് അവസാനം ഞങ്ങൾ മയ്യത്തൊക്കെ കഴിഞ്ഞ് മറവ് ചെയ്ത് ഉമ്മനോട് സംസാരിക്കുമ്പോൾ ഉമ്മ പറഞ്ഞു, അവസാനമായിട്ട് എൻ്റെ മോൻ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഈ ടീഷർട്ട് ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ഫുൾ കെ ഷർട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ നല്ല ഷർട്ട് 1-2 ഉള്ളൂ, അത് മതി, ഞാൻ ടീഷർട്ട് ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞാണ് എൻ്റെ മോൻ യാത്ര പോയത്. അങ്ങനെ അവിടെ നിന്ന് മലപ്പുറത്തേക്കുള്ള ക്യാമ്പിലേക്കുള്ള യാത്രയെക്കുറിച്ച് അവൻ്റെ കൂടെ യാത്ര ചെയ്ത ക്ലാസ്മേറ്റ്സ് പറയണ്ടായി. റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ട് അവനിങ്ങനെ നിസ്കരിക്കുന്നു. അപ്പോൾ ആൾക്കാർ വെച്ചിട്ട് ഇത്ര അധികം നിസ്കരിക്കാൻ? അപ്പം പറഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ കുറേ നിസ്കാരം കഥായിട്ടുണ്ട്. ഞാൻ ആകെ 5ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുള്ളൂ. പിന്നീട് ഞാൻ ദീന് പഠിക്കുന്നത് എൻ്റെ കൂട്ടുകാരിൽ നിന്നാണ്. അപ്പം എനിക്ക് ഒരുപാട് നിസ്കാരം കഥായിട്ടുണ്ട്, പ്രായപൂർത്തിയായിട്ടുണ്ട്. ഞാനത് കഥാ വെട്ടി തീർക്കുകയാണ്. അങ്ങനെ എല്ലാ ഇടപാടുകളും തീർത്തുകൊണ്ടാണ് ആ കൂട്ടുകാരൻ മലപ്പുറത്തെ ക്യാമ്പിലെത്തുന്നത്. ഞാൻ പറഞ്ഞ വെച്ചാൽ കൂട്ടുകാരൻ്റെ കവർ ചെയ്ത് സന്തോഷമായി കൊടുക്കുമാറാകട്ടെ. ഞങ്ങളോട് ഇത് കഥ പറഞ്ഞത് എന്തിനാ വെച്ചാൽ, ഈ കൂട്ടുകാരൻ എങ്ങനെ SSF ആയി എന്നതിനെ കുറിച്ചാണ്, ആ കൂട്ടുകാരൻ എങ്ങനെ മാറ്റം ഉണ്ടായി എന്നതിനെ കുറിച്ചാണ്, അവൻ എന്താണ് ക്യാമ്പസിൽ ചെയ്തതെന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇത് ക്യാമ്പസിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട തോട്ട് നമ്മുടെ തലയിലുണ്ടാവേണ്ട ഒരു ബോധം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വരുന്നത് ഒരു ഇസ്ലാമിക പ്രവർത്തകനായിട്ടാണ്. അപ്പൊ നമ്മളെ ചുറ്റുള്ള കുട്ടികളോടൊക്കെ നമ്മൾ പറയേണ്ട സിദ്ധാന്തം ഇതാണ്, ക്യാമ്പസിനകത്ത് ഈ 2 ജീവിതം നിങ്ങളെ ക്യാമ്പസിലും ഇല്ലേ? നിങ്ങളെ ക്യാമ്പസ് ഇങ്ങനെ തന്നെ അല്ലേ? ഇങ്ങനെ ഒരു എക്സ്ട്രീമായിട്ട് ആരും നിയന്ത്രിക്കാനില്ലാതെ ജീവിച്ചൂടെ ക്യാമ്പസിനകത്ത്? ഈ പറഞ്ഞ എല്ലാ കാരണവും ചെയ്തുകൊണ്ട് തോന്നിയാസായിട്ട് ജീവിച്ചൂടെ? ആരെ തടയോ ക്യാമ്പസിൽ? ഇല്ല. നേരെ തിരിച്ചു ജീവിച്ചൂടെ? നിങ്ങൾ ഞാൻ ഇതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ പിടിച്ചു വെച്ച് കൊണ്ടേട്ട് ആരെയും ചെയ്യോ? ഇല്ല. നിങ്ങൾക്ക് ഇങ്ങനെയും ജീവിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ എന്തു വഴി തിരഞ്ഞെടുക്കും എന്നുള്ളത്. 2 കാര്യം വളരെ പ്രധാനമാണ്. ഒന്ന് ഇത്. രണ്ടാമത്തെ കാര്യം പഠനം. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അംബേദ്കർ അറിയില്ലേ? അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഠിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ കുറിച്ച് നിങ്ങൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും അല്ലേ? ഭയങ്കര പ്രശ്നത്തിലല്ലേ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ? ആണോ അല്ലേ? നിങ്ങൾക്ക് ബേജാറുണ്ടോ? ഉണ്ടോ? ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ അപ്ലിഫ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? എന്താണ് വഴി? ഇന്ത്യൻ മുസ്ലിം സമൂഹം രക്ഷപ്പെടണമെങ്കിൽ എന്താണ് വഴി? എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് വഴി? ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കാര്യം കൊണ്ട് മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റൂ. പൊളിറ്റിക്കലി ജയിക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ എത്ര ശതമാനം മുസ്ലിങ്ങളുള്ളത്? 14%, 15% സംഭവം അല്ലേ? അപ്പൊ മുസ്ലിങ്ങൾക്ക് രക്ഷപ്പെട്ട ഒരു വഴിയേ ഉള്ളൂ, നിങ്ങൾ നന്നായി പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിനെ അറിയില്ലേ? പഴയ പ്രൈം മിനിസ്റ്റർ. അദ്ദേഹം എങ്ങനെയാണ് പ്രൈം മിനിസ്റ്റർ ആവുന്നത്? അയാൾ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച ആളൊന്നുമല്ല. അയാൾ ലോകത്ത് അറിയപ്പെട്ട എക്കണോമിസ്റ്റ് ആയിരുന്നു. എലോൺ മസ്കിനെ നിങ്ങൾക്ക് അറിയാം അല്ലേ?
എലോൺ മസ്ക് എങ്ങനെയാണ് അമേരിക്കയുടെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണസമിതിയിൽ കയറി കൂടിയത്? അയാൾ ആരാണ്? അയാൾ ലോകത്തെ ഏറ്റവും നല്ല ടെക്നോക്രാറ്റാണ് അല്ലേ? നിങ്ങളെ ജീവിതത്തിൽ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം പറയുന്നത് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായി തീരുക എന്നാണ്. ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായി തീരുക എന്നുള്ളത്. ഇവിടെ നിയാസാറൊക്കെ വരും. നിയാസാർ NIT PhD കഴിഞ്ഞിട്ടുള്ള ആളാണ്. അവരുടെ ക്യാമ്പസിൽ അവരുടെ സാറന്മാർക്ക്, അവരുടെ പ്രൊഫസർമാർക്ക്, അവരുടെ ടീച്ചേഴ്സിന് അവരെ കാണുമ്പോൾ ബഹുമാനമായി. നിയാസ്കനൊക്കെ കാണുമ്പോൾ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാമ്പസിനകത്ത് അക്കാഡമിക്സിൽ പഠനത്തിൽ നിങ്ങൾ ഏറ്റവും മികവിൽ നിന്നാൽ നിങ്ങളോട് ആരും ഒന്നും പറയില്ല. അപ്പൊ നിങ്ങളെ നോക്കാനും നിങ്ങളെ ഫോളോ ചെയ്യാനും നിങ്ങളെ പിന്തുടരാൻ തന്നെ ആളുകളുണ്ടാവും. അപ്പൊ അവിടെ നിങ്ങളുടെ ജീവിതം ഇസ്ലാമാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത്. രണ്ടും കൂടി ആയിട്ട് ജീവിക്കാനുള്ള സാധ്യത കേട്ടോ. നമുക്ക് എൻ്റെ തോന്നലുണ്ടാവും ക്യാമ്പസിനകത്ത് കുറച്ചൊക്കെ ഇങ്ങനെ ജീവിക്കാം, പിന്നെ കുറച്ച് ഇതാവാം. അങ്ങനെയല്ല, അങ്ങനെ ജീവിതമില്ല. അങ്ങനെ നമ്മൾ അതിലേക്ക് ചെന്ന് ചേർന്നാൽ നാളെ നിങ്ങൾ അതായി തീരും. നിങ്ങളെ സുഹൃത്ത് ഒരു ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എന്താ സംഭവിക്കുക? നിങ്ങളുടെ സുഹൃത്ത് ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് സംഭവിക്കുക? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ഒന്ന് എണീക്കുക. اللهم صل على آله وصحبه وسلم. ഒന്ന് കൈയൊക്കെ പൊക്കി, ഒന്ന് ചാടി, ഒന്ന് ജമ്പ് ചെയ്തു. ഓക്കെ, ഫൈൻ. അത് ഞാൻ പറഞ്ഞു വെച്ചാല് ക്യാമ്പസിനകത്ത് അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല് ഈ ക്യാമ്പസിനകത്തെ നിങ്ങൾക്ക് ഈ രണ്ട് രീതിയിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിൽ ഏത് രീതി വേണം എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഒരു കരിയറിസ്റ്റ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് അസൂയ വന്നിട്ടുള്ള ഒരാൾ ഡോക്ടർമാര്, ഒരു MBBS പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അനിയോ? ഇല്ല. നിങ്ങൾക്ക് ഡോക്ടർമാരെ കാണുമ്പോൾ അസൂയ വന്നാറുണ്ടോ? ഇല്ല. ഡോക്ടർ പൈസ വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. എത്ര പൈസ ഉണ്ടാവുകയാക്കുന്നു? ഒരു ന്യൂറോളജിസ്റ്റ് ഒക്കെ ആണെങ്കിൽ അയാൾ ചിലപ്പോൾ 1000 രൂപയൊക്കെ അയാളുടെ ഓഫീസ് ചാർജ് വാങ്ങും. അയാൾ ഡെയിലി ഒരു 50 ആളൊക്കെ നോക്കും. 50 × 1000 എത്രയായി? 50,000 × 25 കിളി പോയാൽ 50,000 രൂപ വെച്ച് 20 ദിവസം കിട്ടിയാൽ എത്ര പൈസ ഉണ്ടാവും? 10 ലക്ഷം രൂപ. ഓക്കെ, ഈ 10 ലക്ഷം രൂപ വെച്ച് അയാൾ എന്ത് ചെയ്യും? അതിനാണ് ആലോചിച്ചുള്ളത്. ഞാൻ എപ്പോഴും അറിയിക്കാതെ ഈ പൈസ കൊണ്ട് എന്താ ചെയ്യാന്ന് ആലോചിക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് അവരെ 10 ലക്ഷം രൂപയിലേക്ക് എത്തിയത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് വരെയുള്ള ലൈഫ് എല്ലാവരും ലൈഫും സെയിം ആയിരിക്കും. പിന്നെ PUC ഫസ്റ്റ് ഗ്രൂപ്പ് സയൻസ് എടുക്കുന്നു. ആ 2 കൊല്ലം അയാൾ നമ്മളെ പോലെ കളിച്ചും ചിരിച്ചും നടക്കുമോ? ഇല്ല. അയാൾ പഠനത്തിൽ മാത്രം ഇങ്ങനെ പഠിപ്പിയായി ചെയ്യും. നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ അല്ലേ MBBS പഠിക്കുന്നു? കൂടെ കുറച്ച് ആരെങ്കിലും MBBS പോയിട്ടുണ്ടാവല്ലോ. പിന്നെ 1-2 വർഷം എൻട്രൻസിന് പോകുന്നു. അത് കഴിഞ്ഞ് 6 കൊല്ലം MBBS. അത് കഴിഞ്ഞ് പിന്നെ അയാൾ എന്ത് ചെയ്യും? എൻട്രൻസിന് പോകും. പിന്നെ PG എൻട്രൻസ് 4 വർഷം, പിന്നെ PG. അത് കഴിഞ്ഞ് പിന്നെ അയാൾ സൂപ്പർ സ്പെഷ്യാലിറ്റി എൻട്രൻസിന് പോകും. അത് കഴിഞ്ഞ് പിന്നെ അയാൾ സൂപ്പർ സ്പെഷ്യാലിറ്റി 4 കൊല്ലം 3 കൊല്ലോ 4 കൊല്ലോ പഠിക്കും. എല്ലാം കഴിഞ്ഞപ്പോൾ 30 വയസ്സായി ഉണ്ടാവുക. ആ 30 വയസ്സിലെ 16 വയസ്സ് മുതൽ ഉള്ള 14 കൊല്ലമെങ്കിലും ജീവിതത്തിന്റെ ഒരു സന്തോഷം അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അയാൾ സൽക്കാരത്തിന് വേണ്ടാവില്ല, കല്യാണത്തിന് വേണ്ടാവില്ല, പിന്നെ നാട്ടിൽ നടക്കുന്ന എല്ലാ പരിപാടിയിലും അയാൾ പങ്കെടുത്തിട്ടുണ്ടാവില്ല, അയാൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. 48 മണിക്കൂറൊക്കെ ചിലപ്പോൾ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട്. 48 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് OP ഡ്യൂട്ടിയിലൊക്കെ ഉണ്ടാവും. 6 മാസം ICUവിൽ നിന്ന് ഇറങ്ങാതെ ഡ്യൂട്ടി എടുക്കേണ്ട ഒരു സുഹൃത്തുണ്ട്. LSSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ആൾക്ക് 6 മാസം യവത്മാലിലെ പീഡിയാട്രിഷ്യനായിട്ട് ICUവിൽ പുറത്തിറങ്ങാൻ പോലും പറ്റില്ല. അയാൾ പറയുന്നത് ഡ്രസ്സ് അലക്കാൻ വേണ്ടി എനിക്ക് സ്ഥലം ഉണ്ടായില്ല. ഡ്രസ്സ് അലക്കിയിട്ട് ICUവിലെ ബെഡിനടിയിൽ ഉണങ്ങാനുണ്ട്. വേറൊരു സ്ഥലത്ത് ഡ്രസ്സ് അലക്കി ഉണങ്ങണ്ടേ? ഇതിനൊരു സ്ഥലം വേണ്ടേ? ഇതിന് പോകാൻ സമയം വേണ്ടേ? കോവിഡ് കാലത്ത് OP ഇങ്ങനെ എടുത്തു വരുമ്പോൾ ആദ്യത്തെ ബെഡിൽ നിന്ന് അവസാനത്തെ ബെഡിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ ആദ്യത്തെ ബെഡിൽ കിടന്നിട്ടുള്ള കുട്ടി മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഡോക്ടർമാരായത്. ഒരാൾ വെറുതെ ആവില്ല. നിങ്ങൾ സിവിൽ സർവന്റിന് നോക്കൂ, ചാർട്ടേഡ് അക്കൗണ്ടന്റിന് നോക്കൂ, ഏത് കരിയറിൽ ആര് വിജയിച്ചിട്ടുണ്ടോ അവർ അധ്വാനിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയത്. ഉസ്താമാർ നോക്കൂ, എങ്ങനെയാണ് ഉസ്താമാർ കിതാബോധി ഉണ്ടാക്കിയത്?
എനിക്ക് ഏറ്റവും അസുഖമായിട്ടുള്ള ഒരു ഭാഗം ഉസ്താദ്മാരാണ്. ഇവരെ ഈ ഉസ്താദ്മാരുടെ കുത്തുബാനിൽ ഇങ്ങനെ കയറുമ്പോൾ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകും. കാരണം ഒരുപാട് കിതാബുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. ആ കിതാബുകളുടെ എണ്ണം വലിപ്പം ഇങ്ങനെ കാണുമ്പോൾ അത് പഠിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള സങ്കടം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഇങ്ങനെ തികട്ടി വരും. അപ്പം ഞാൻ പറയത്രേ ഉള്ളൂ, ഏത് മേഖലയിൽ നിങ്ങൾ മാസ്റ്റർ ആവണോ, നിങ്ങൾ പ്രോ ആവണോ, നിങ്ങൾക്കുള്ള ഒരു വഴിയുള്ളൂ, നിങ്ങൾ നന്നായി അതിന് സമയം ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, നിങ്ങൾ ക്യാമ്പസിനകത്ത് ഇസ്ലാമിനെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കും. എന്ത് കാര്യം നടക്കുമ്പോൾ ആലോചിക്കണം, ഇത് ഒരു മുസ്ലിം എന്ന അർത്ഥത്തിൽ എനിക്ക് പറ്റിയതാണോ അല്ലേ? മുസ്ലിമായി ജീവിക്കാൻ വളരെ എളുപ്പം. കാരണം ഇത് ക്ലിയർ ആണ്, ചിത്രം വളരെ പിക്ചർ വളരെ ക്ലിയർ ആണ്. എസ് ഓർ നോ നമ്മുടെ മുമ്പിൽ ഉത്തരവുണ്ട്. ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ലേ? പറ്റും അല്ലെങ്കിൽ ഇല്ല, ഉത്തരവുണ്ട്. അതിന് ഒരു കൺഫ്യൂഷനും ഇല്ല. മുസ്ലിമിനെ വിശ്വാസിക്ക് ഒരു സ്ഥലത്തും ഒരു കൺഫ്യൂഷനും ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം വളരെ ക്ലാരിറ്റി ഉള്ളതാണ്. എനിക്കത് ചെയ്യാൻ പറ്റുമില്ലേ? ഇത് എല്ലാവരും സിനിമക്ക് കൊണ്ട് എനിക്ക് പോകാൻ പറ്റുമില്ലേ? പറ്റില്ല. ഞാൻ മാണിക്കും, ഞാൻ മുസ്ലിമാണ്, ഞാൻ മാണിക്കും. നമ്മളെ മുന്നിൽ ഹദ്ദാദിനദിക്ക് ഓർമ്മ വരിക, റൈറ്റുമില്ലാത്ത റബ്ബൻ വബിൽ ഇസ്ലാം ദീന മുഹമ്മദ് നബിയ. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ റബ്ബിനെ, അള്ളാഹുവിനെ എൻ്റെ റബ്ബായി രക്ഷിതാവായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവൻ്റെ റസൂലായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെല്ലില്ല, അതായത് അതിക്രമൊന്നുമില്ലേ? റളൈതുല്ല ചെല്ലി, റളൈതു ബില്ലാഹി, നിങ്ങൾ ചെല്ലിയ ഹബീബുമാരെ, റളൈതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാം ദീനൻ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ റസൂല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ചെല്ലുക എന്നതിന്റെ പേരാണ് വിശ്വാസി എന്നുള്ളത്. ഏത് സന്ദർഭത്തിലും എന്തും നമ്മൾ മുമ്പിൽ എന്ത് വരട്ടെ അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കണം, ഇത് എൻ്റെ റബ്ബ് അനുവദിച്ചതാണോ അല്ലേ? അതാണ് ജീവിതത്തിൽ ഇസ്ലാമിനെ പ്രവർത്തിയാക്കുക. അത് EMI മൊബൈൽ എടുക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ എന്തും സാമ്പത്തിക ജീവിതമാവട്ടെ, പൈസ ഉണ്ടാക്കലാവട്ടെ, ജോലിക്ക് പോകലാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കലാവട്ടെ, വാട്സപ്പ് ഉപയോഗിക്കലാവട്ടെ, ഡിജിറ്റൽ മീഡിയ ഉപയോഗിക്കലാവട്ടെ, മൊബൈൽ കാണലാവട്ടെ, വീഡിയോ കാണലാവട്ടെ, XY എന്താവട്ടെ, അതെന്തായാലും അതിൻ്റെ ഒക്കെ ഉള്ളിൽ നമ്മുടെ മുമ്പിൽ ചോദ്യം ഉണ്ടാവണം, ഇതെൻ്റെ റബ്ബ് പൊരുത്തപ്പെട്ടതാണോ അല്ലേ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാം കയറി വരുന്ന ഒരു സന്ദർഭമുണ്ട്. ഒരു മനുഷ്യനെ പോലെ കയറി വരികയാണ്. എന്നിട്ട് ചോദ്യം ചോദിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം, വല്ലിമാനി യാ റസൂലല്ലാഹ്. ഇതിന് ഉത്തരം പറയുന്നു, സ്വതന്ത്രം. വൽ ഇസ്ലാം യാ റസൂലല്ലാഹ്. എന്താണ് ഇസ്ലാം? ഇതിന് ഉത്തരം പറയുന്നു, സ്വതന്ത്രം. മൂന്നാമത്തെ ചോദ്യം, മൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്. മൽ ഇഹ്സാൻ യാ റസൂലല്ലാഹ്. എന്താണ് നിങ്ങളുടെ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? ഇതിന് മറുപടി പറഞ്ഞു. ആ മറുപടിയാണ് SSFകാർ ധാർമ്മിക വിപ്ലവം എന്ന് പറയുന്നത്. ആ മറുപടി ഇതാണ്, നിങ്ങളെ റബ്ബ് കാണുന്നുണ്ട്, നിങ്ങൾ റബ്ബിനെ കാണുന്നില്ലെങ്കിലും എന്ന ബോധ്യത്തിന്റെ പേരാണ് ഇഹ്സാൻ. എന്താണ് ഇഹ്സാൻ? റബ്ബിനെ ഞാൻ കാണുന്നില്ലെങ്കിലും റബ്ബ് എന്നെ കാണുന്നു. ഒന്ന് പറയും, റബ്ബിനെ ഞാൻ കാണുന്നു, റബ്ബ് എന്നെ കാണുന്നില്ലെങ്കിലും. ഈ ബോധമാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. ഇതാണ് ക്യാമ്പസിനകത്ത് SSFകാരനുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോധം. റബ്ബ് എന്നെ കാണുന്നില്ല എന്നതിനെ കുറിച്ചാണ്. റബ്ബ് എന്നെ കാണുന്നില്ല. ഓസാലിമാൻ പറയുന്നുണ്ട്, നിങ്ങൾ തെറ്റ് ചെയ്യാം, നിങ്ങൾക്ക് തെറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഹറാം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് റബ്ബ് കാണാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് ചെയ്യും, റബ്ബ് കാണാത്തൊരു സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രയോഗിക്കുക. ഒന്ന്, ഇസ്ലാമിനെ പഠിക്കുക. രണ്ട്, ഇസ്ലാമിനെ ജീവിതത്തിൽ പ്രയോഗിക്കുക. മൂന്നാമത്തെ കാര്യം, ഇസ്ലാമിനെ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുക. സമൂഹം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ ഏറ്റവും ആദ്യത്തെ യൂണിറ്റ് എന്താ? നിങ്ങളുടെ വീടാണ്. ഇസ്ലാമിക പ്രവർത്തനം തുടങ്ങേണ്ടത് എവിടെ വെച്ചാണ്? വീട്ടിൽ വെച്ച്. ഇസ്ലാമിക പ്രവർത്തനം ആരംഭിക്കുന്നത് വീട്ടിൽ വെച്ചാണ്. നിങ്ങൾ വീട്ടിൽ വെച്ച് ഇസ്ലാമിക പ്രവർത്തനം ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ ഇസ്ലാമിക ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര സമയം ഖുർആൻ ഓതാറുണ്ട്? എത്ര ദിവസവും ഖുർആൻ ഓതാറുണ്ടോ? ഞങ്ങൾ കൈവക്കാനും പറഞ്ഞില്ല കേട്ടോ, നിങ്ങളുടെ സ്വകാര്യതയാണ്, നിങ്ങൾ റബ്ബ് തമ്മിലുള്ള ഇടപാടാണ്. അപ്പോൾ നിങ്ങൾ ഖുർആൻ ഓതുന്നു, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നു, നിങ്ങൾ ഹറാമുകൾ ചെയ്യാതിരിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഉമ്മയോടും പാപ്പയോടൊക്കെ വളരെ പൊളൈറ്റായിട്ട് പെരുമാറുന്നു. നിങ്ങൾ അവരോട് മുഖം കറുപ്പിക്കുക പോലും ചെയ്യരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ ഉമ്മയോടും പാപ്പയോടും മുഖം കറുപ്പിക്കുക പോലും ചെയ്യരുത്. അങ്ങനെ മുഖം കറുപ്പിക്കാതെ ഉമ്മയും പാപ്പയോടൊക്കെ പെരുമാറുകയും നിങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു ഇസ്ലാമിക കൾച്ചർ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ കാര്യം. നമ്മുടെ അനിയത്തി ഉണ്ടാവും, അനിയന്മാരുണ്ടാവും, ജ്യേഷ്ഠന്മാരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുണ്ടാവും, പലരും ഉണ്ടാവും. ഇവർക്കൊക്കെ ഇസ്ലാമികമായി
ജീവിക്കാനുള്ള ധൈര്യം പകർന്നു കൊടുക്കണം. ഇസ്ലാമികമായി ജീവിക്കാൻ കഴിയുമെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഹറാമുകളിൽ പെടുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഹറാമുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കണം. തെറ്റിയുന്നവരോടുള്ള സമീപനം എന്താ? തെറ്റിനോടുള്ള സമീപനവും തെറ്റ് ചെയ്യുന്നവരോടുള്ള സമീപനവും രണ്ടാണ് അല്ലെ? തെറ്റിനോടുള്ള സമീപനം നമുക്കൊരു നിലക്കും അതിനോട് യോജിപ്പില്ല. തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ അവരെ നന്നാക്കുകയാണ് വേണം. അതിനാണ് പ്രവർത്തകൻ എന്ന് പറയുന്നത്. തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങളുടെ സമീപനം എന്താ? നിസ്കരിക്കാത്തൊരു മനുഷ്യനോട് എന്ത് ചെയ്യണം എന്ന് ഒരു വലിയ സൂഫിയായ മനുഷ്യനോട് ഒരാൾ ചോദിച്ചു അത്രയും. നിസ്കരിക്കാത്ത ഒരാളുണ്ട്, അയാളുടെ എന്താണ്, അയാളുടെ വിധി എന്താണെന്ന് ചോദിച്ചിട്ട് ആ സൂഫിയായ മനുഷ്യൻ മറുപടി വരുന്നത്, നിങ്ങൾ അയാളുടെ വിധി അന്വേഷിക്കേണ്ട, നിങ്ങൾ അയാളെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളി. മനസ്സിലായോ? നിസ്കരിക്കാത്ത നമുക്ക് വിധി എന്താ? അയാൾ നിരക്കത്ത് പോകുന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്, അയാളെങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിനാണ് ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മുടെ വീട്ടിനകത്ത് നിന്ന്. നമ്മുടെ വീട്ടിനകത്ത് നിന്നാണ് ഈ പ്രവർത്തനം ആരംഭിക്കേണ്ടത്. നമ്മുടെ വീട്ടിനകത്ത് നിന്ന് നമ്മുടെ അനിയത്തി, നമ്മുടെ കുടുംബം, നമ്മുടെ സഹോദരി, നമ്മുടെ ആരൊക്കെ ഉണ്ടോ വീട്ടിൽ, നമ്മുടെ ഉമ്മ വാപ്പ, ഇവരെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സ്വാധീനിക്കാൻ കഴിയണം. സ്വാഭാവികം, ഉറപ്പാണ്. നിങ്ങൾ മാറിയാൽ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബം മാറും, നിങ്ങളുടെ വീട് മാറും. നമ്മൾ നേരെ തിരിച്ചാ ചെയ്യാം. നമ്മൾ വീട്ടിനകത്ത് ഇതൊന്നും ഉണ്ടാവില്ല. നമ്മൾ പുറത്ത് വരുമ്പോൾ നമ്മൾ ഭയങ്കര നല്ല മനുഷ്യനായി മാറും. പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഏറ്റവും നല്ല ജീവിതം പ്രകടിപ്പിക്കേണ്ടത് ഓക്കെ. ഞാൻ പറഞ്ഞ മൂന്നാമത്തെ കാര്യം ഇസ്ലാമിക പ്രബോധനമാണ്. ഇസ്ലാമിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക. ഇസ്ലാമിക സമൂഹത്തിന് പരിചയപ്പെടുത്തുക. എങ്ങനെയാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുക? എന്താണ് ക്യാമ്പസിനകത്ത് ഇസ്ലാമിക പ്രവർത്തനം? നിങ്ങൾ ആലോചിക്കേണ്ട, ക്യാമ്പസിനകത്ത് ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീട്ടിൽ അതോറിറ്റി പെർമിഷൻ തരുമോ? അല്ലെങ്കിൽ നമുക്ക് ക്യാമ്പസിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ? എനിക്ക് മീറ്റിംഗ് നടത്തണ്ടേ? അതിന് ഫണ്ട് വേണ്ടേ? അല്ലെങ്കിൽ അതിന് കുറേ ആൾക്കാർ വേണ്ടേ? അല്ല, ഇസ്ലാം അങ്ങനെ അല്ല പ്രചരിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ല പ്രചരിച്ചത്. ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ആലോചനകളുടെയും പ്ലാനിലുമാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത്. നിങ്ങൾ ഇസ്ലാമിൻ്റെ ചരിത്രത്തെ അങ്ങനെ എടുത്തു നോക്കിയാൽ അങ്ങനെ കാണാൻ പറ്റും. ഓരോ മനുഷ്യരും എങ്ങനെയാണ്, ഓരോ നാട്ടിലും ഇസ്ലാം എങ്ങനെയാണ് എത്തിയത് എന്നുള്ളതിനെ കുറിച്ച്. ഈ ലക്ഷദ്വീപിലേക്ക് പോകുമ്പോൾ അത്ഭുതം തോന്നുന്നു. എങ്ങനെയാണ് അവിടെ ഈ കാസിം അലി അള്ളാഹിനെ പോലെയുള്ള മനുഷ്യർ അവിടെ എത്തിച്ചേർന്നത്? ഏതോ ചരിത്രാതീത കാലത്തെ അവിടെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനമായിട്ട് കടന്നു നിന്നിട്ടുള്ള മനുഷ്യർ എങ്ങനെയാണ് എത്തിച്ചേർന്നത്?
ലോകത്ത് ഏത് ഭാഗത്ത് പോയാലും നമുക്ക് അവരെ കാണാൻ പറ്റും. എങ്ങനെയായിരിക്കും അക്കാലത്ത് സൂഫി ഷഹീദ് ഈ നാട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച്, എങ്ങനെയാണ് സ്വഹാബത്ത് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുക എന്നുള്ളത്, എങ്ങനെയാണ് ലോകത്ത് അനേകം സൂഫി വര്യന്മാർ വിവിധ നാടുകളിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവുന്നത്. ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയെ കുറിച്ച് ആലോചിച്ചു. എവിടെ നിന്നായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക? അവർ ഇന്ത്യയിലേക്ക് എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? GPS ഇല്ല, ഗൂഗിൾ മാപ്പ് ഇല്ല, ട്രാവലിംഗ് ഫെസിലിറ്റി ഒന്നുമില്ല, ട്രെയിനില്ല, വിമാനമില്ല, ഒന്നുമില്ലാത്ത കാലത്ത് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല അല്ലേ? നമ്മൾ പോകുമ്പോൾ നമുക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ലേ? ഇന്ന് രാവിലെ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു ഡെസ്റ്റിനേഷൻ ക്ലിയർ ആണ്. ഇന്ന സ്ഥലത്താണ് പോകുന്നത്, അവിടെ ഭക്ഷണം ഉണ്ടാവും, അവിടെ വെള്ളം ഉണ്ടാവും, അവിടെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ബേസിക്കലി നമ്മുടെ ആവശ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അവിടെ ഏറ്റവും മിനിമം നമുക്കറിയാവുന്ന കുറേ ആൾക്കാരുണ്ടാവും, കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും. ഇതൊന്നും ഇല്ലാത്തൊരു നാട്ടിലേക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ വേണ്ടി പറിച്ചു തരേണ്ടി വരുന്ന ദായിമാരങ്ങൾ ആലോചിച്ചു. അങ്ങനെയാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചിട്ടുള്ളത്. അവരെന്താണ് അവിടെ ചെയ്തതെന്ന് വെച്ചാൽ അവരവിടെ ഇസ്ലാമായി ജീവിച്ചു എന്നുള്ളതാണ്. അവരവിടെ ഇസ്ലാമായി ജീവിച്ചു എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്യാമ്പസിനകത്ത് വിശ്വാസിയായി ജീവിക്കുക, നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പാഠമായി തീരുക. അത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ അസൂക്ഷ്മത കാണിക്കുക. വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വലിയ വിഭാഗങ്ങൾ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ചെയ്യാവുന്ന വിഭാഗത്തിൽ വളരെ ചെറുതായി അല്ലെങ്കിൽ നിസ്കാരം അടിസ്ഥാനപരമായി നമ്മൾ ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നിർവഹിക്കാൻ കഴിയും. പക്ഷെ അതെങ്കിലും നിർവഹിച്ചുകൊണ്ട് ക്യാമ്പസിനകത്ത് ജീവിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതിന്റെ ഫലം എന്ത് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടുകാരനെ പോലെ അനേകം കുട്ടികളെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ട്, ക്യാമ്പസിനകത്ത് നിന്ന് കയറി വന്നിട്ടുള്ള ഈ ആളുകളെ കണ്ട് എങ്ങനെയാണ് നിങ്ങൾ മാറിയത് നിങ്ങൾ എപ്പോഴും അത് ചോദിക്കാറുണ്ട്. വീട്ടിൽ ഒരു സുഹൃത്ത് ഇങ്ങനെ വേണ്ടിയിട്ട് വന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചത്, പേഴ്സണൽ ഫോട്ടോ എടുത്ത് കാണിച്ചത്. ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോൾ ഫോട്ടോ ഫുള്ള് മുടിയൊക്കെ വെച്ച് വലിയ താടിയും മുടിയൊക്കെ ഉള്ള മനുഷ്യനുണ്ട്, കയ്യിൽ ചൈന ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇയാൾ അറിയിച്ചു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇയാൾ വല്ല കഞ്ചാവ് എടുത്ത് കേസിൽ പ്രതിയാണോ, അല്ല വല്ല ഗുണ്ടയാണോ, എന്താണ് ഇയാൾ? അപ്പൊ ഇയാൾ പറഞ്ഞു, ഞാൻ തന്നെയാണ് കേട്ടോ ഇത്. എനിക്കിങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, ഞാൻ SSF ആകുന്നതിന് മുമ്പ് ഞാൻ ഇതായിരുന്നു. പിന്നെയാണ് സംഘടന എന്നെ ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരികയും ഞാൻ ഇങ്ങനെ മാറുകയും ചെയ്തത് എന്ന് പറയുന്നു. ഇങ്ങനെ നമുക്ക് അനേകം മനുഷ്യരെ മാറ്റാൻ കഴിയും. ഒരു സംഘടനയുടെ നേതൃത്വത്തോ പ്രവർത്തിക്കാൻ ഒന്നും കിട്ടണമെന്നില്ല, പക്ഷേ അവർ തെറ്റിൽ നിന്ന് മാറുകയും 5 വക്ത് നിസ്കരിക്കുകയും നന്മ ചെയ്യുകയും ചെയ്യുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന വലിയ സുഹൃത്തുണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MDക്ക് പഠിക്കാൻ. അതൊരിക്കൽ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അബദ്ധം പറ്റി. അപ്പോൾ എന്താണ് അബദ്ധം? അയാൾ അവിടെ ക്യാമ്പസിനകത്ത് വളരെ സജീവമായി ഖുർആൻ ക്ലാസ്സൊക്കെ സംഘടിപ്പിക്കുന്ന ആളാണ്. അയാൾ പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ ക്ഷണിക്കുമ്പോൾ എൻ്റെ ബാച്ചിൽ 48 മുസ്ലിം കുട്ടികളുണ്ടായിരുന്നു, ആൺകുട്ടികൾ. അതിൽ 2 പേരെ ഞാൻ ക്ലാസ്സിലൊന്നും വിളിക്കാറില്ല, ഖുർആൻ ക്ലാസ്സിൽ 2 ആളെ വിളിക്കില്ല. കാരണം അവർ ഡ്രഗ് അഡിക്റ്റ് ആണ്, അവർ ക്യാമ്പസിനകത്ത് എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നവരാണ്. അപ്പോൾ ഞാൻ ഖുർആൻ ക്ലാസ്സൊന്നും വിളിക്കാറില്ല. ആദ്യമൊക്കെ വിളിച്ചിരുന്നു, പിന്നെ അവരെങ്ങനെയാണ് മനസ്സിലാക്കി ഞാൻ അവരൊഴിവാക്കി. പിന്നെ കാലങ്ങൾ കഴിഞ്ഞു പോയി, കോവിഡ് വന്നു, കോളേജൊക്കെ അടച്ചപ്പോൾ ഈ 2 കുട്ടികളുടെയും പാരൻസ് ഈ സുഹൃത്തായ MBBS സാറിനെ വിളിച്ചു. അവരെ ക്ലാസ്മേറ്റ് ആണ്, 2 കുട്ടികളെ കുറിച്ച്. അപ്പോൾ ഇപ്പം പറയണത് ഈ 2 കുട്ടികളെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കുട്ടികളെ ഡി-അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ടാക്കി. പിന്നീട് ക്യാമ്പസ് വീണ്ടും കോവിഡിന് ശേഷം തുറക്കുമ്പോൾ ആ ക്യാമ്പസിലെ ഖുർആൻ ക്ലാസിന്റെ സംഘാടകരായിട്ട് അല്ലെങ്കിൽ ഈ സംഘടനയുടെ വലിയ വർക്കുകളിൽ മുന്നിലുണ്ടായിരുന്നത് ഈ നേരത്തെ മാറ്റിവെച്ച ഈ 2 ആളുകളായിരുന്നു. ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുമ്പോൾ കൂടെ SSFന്റെ ഒരു പ്രവർത്തകനുണ്ട്, അദ്ദേഹം അങ്ങനെ ഒരു ഉസ്താദുണ്ട്. അയാളിങ്ങനെ 2 പേർക്ക് ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന 2 ആൾക്ക് സലാം പറഞ്ഞു. സലാം മടക്കി അവർ ഉസ്താദിനെ കണ്ടപ്പോൾ എണീറ്റ് നിന്ന് സംസാരിച്ച് അത് കഴിഞ്ഞു പോയപ്പോൾ അയാൾ ചോദിച്ചു, ഇവർ 2 ആളെ അറിയോ? ഇല്ല. ഇവർ 2 പേരും വലിയൊരു കേസിലെ പ്രതികളാണ്, ജയിലിലായിരുന്നു, ഇപ്പോൾ പരോളിൽ ഇറങ്ങിയതാണ്. അപ്പോൾ എന്താണ് നിങ്ങളായിട്ടുള്ള ബന്ധം? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ ജയിലിലായിരുന്നു, കുറച്ച് കൊലക്കേസും മറ്റൊക്കെയാണ്, ഗുണ്ടകളായിരുന്നു. അവർ ഇങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ ഇരിക്കുമ്പോൾ ഇയാൾ ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ സലാം പറയും. ഒരു ദിവസം ഈ 2 പേരും വന്നിട്ട് ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ, ഞങ്ങളോട് ആരെങ്കിലും സ്നേഹത്തോടെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഞങ്ങൾക്ക് സലാം ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളാണ്. ആളുകൾ മുഴുവൻ ഞങ്ങളെ ഗുണ്ടകളാണെന്ന് മാറ്റി നിങ്ങളാണ്. ആരെങ്കിലും ഞങ്ങളോട് വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താണോ പറയുന്നത് അതാണ് ഞങ്ങളുടെ ജീവിതം. ഉസ്താദ് അവിടെ വെച്ചവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഈ പണി എടുക്കരുത്, പൊട്ടേഷൻ പണി എടുക്കരുത്, ഗുണ്ടാ പണി എടുക്കരുത്, ആളുകളെ കൊല്ലരുത്. സ്വാഭാവികമായിട്ടും ചെയ്തതിൽ ഇന്ത്യൻ നിയമപ്രകാരം തൗബ ചെയ്താൽ പാപമോചനമൊന്നും കിട്ടൂലല്ലോ. പക്ഷെ അവർ അന്ന് മുതൽ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിരുന്നതാണ്. നമ്മൾ വിചാരിക്കുന്ന വളരെ നമ്മൾ ഇരിക്കേണ്ട ഒരു സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഏത് മനുഷ്യനെയും നന്മയിലേക്ക് ക്ഷണിക്കാൻ നമ്മുടെ ബാധ്യത. നമ്മൾ ഉത്തരവാദിത്തം അത്രയേ ഉള്ളൂ, അവരെ ക്ഷണിക്കുക.
പിന്നെയും പിന്നെയും ക്ഷണിക്കുക, പിന്നെയും പിന്നെയും ക്ഷണിക്കുക, പിന്നെയും പിന്നെയും അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. തെറ്റിൽ അവരെത്ര കുപ്പൂത്തട്ടെ, അവരെത്ര തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കട്ടെ, നമ്മൾ ചെയ്യേണ്ട പണിയുടെ പേര് ദാവൂത്താണ്. നമ്മൾ ജഡ്ജല്ല, വിധി പറയല്ല, ദായി വിധി പറയുന്ന ആളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നിസ്കരിക്കാത്ത ഒരാളെ കാണുമ്പോൾ ഓ നരകത്തിലാണ്, ഞാൻ നിസ്കരിക്കുന്നവനാണ്, ഓ നിസ്കരിക്കാത്തവരാണ് നരകത്തിലാണ് എന്ന് തീരുമാനം പറയേണ്ട ആൾ ഞാനില്ല. അത് നമ്മൾ ആരുമല്ല. മറിച്ച് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അവരെ പിന്നെയും പിന്നെയും നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഈ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിന്റെ പേരാണ് സംഘടനാ പ്രവർത്തനം. ഇതിന്റെ പേരാണ് സദസ് എന്ന് പറയുന്നത്. നിങ്ങൾ നാട്ടിലാവട്ടെ, ക്യാമ്പസിലാവട്ടെ, നാളെ നിങ്ങൾ പഠിച്ചിറങ്ങി ലോകത്ത് ഏതോ ഒരു നാട്ടിൽ നിങ്ങൾ എത്തിച്ചേരട്ടെ, അവിടെയുള്ള ഓഫീസിലാവട്ടെ, അവിടുത്തെ നാട്ടിലാവട്ടെ, എവിടെ ആവട്ടെ, അവിടെയുള്ള മനുഷ്യരോട് നന്മ കൊണ്ട് ഉപദേശിക്കുക, തിന്മ ചെയ്യരുത് എന്ന് പറയുക, പിന്നെയും പിന്നെയും തന്നെ ചെയ്തുകൊണ്ടേയിരിക്കുക, പിന്നെയും തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. മാതൃകാവിനോട് ഇതിൽ പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ ചെന്ന് വെക്കുമ്പോൾ ആദ്യം അള്ളാഹുവിനെ അവരുടെ റസൂലിനെ കുറിച്ച് പറയുക. അതവർ അംഗീകരിച്ചാൽ അവരുടെ നിസ്കാരത്തെ കുറിച്ച് പറയുക. അതവർ അംഗീകരിച്ചാൽ അവരുടെ ഇന്ന കാര്യത്തെ കുറിച്ച് പറയുക. അതവർ അംഗീകരിച്ചാൽ അവരുടെ അടുത്ത കാര്യത്തെ കുറിച്ച് പറയുക. ഇങ്ങനെയാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ നിങ്ങളെ ക്യാമ്പസിനകത്ത് ജീവിക്കേണ്ട ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ കൂട്ടുകാരോട് സംസാരിക്കുന്നത്, അവരോട് സംഘടനയെ പരിചയപ്പെടുന്നത്, അവരെ നന്മയിലേക്ക് ക്ഷണിക്കേണ്ടത്, അവരെ പഠനത്തിൽ പ്രചോദിപ്പിക്കേണ്ടത്, അവരെ ഈ നന്മയുടെ ഭാഗമാക്കി തീർക്കേണ്ടത്, അതിൻ്റെയൊക്കെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഈ അർത്ഥത്തിലായിരിക്കും നമ്മൾ അവരെയൊക്കെ നന്മയിലേക്ക് കൊണ്ടുവരുന്നത്. നിങ്ങൾ ഏറ്റവും ഇന്റിമേറ്റ് ആയ സുഹൃത്ത് അയാളൊരു അപകടത്തിൽ പെടുന്നു എന്ന് ഞങ്ങൾ സങ്കടം ഉണ്ടാവില്ലേ? അയാളെ പാമ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? അയാൾ ട്രെയിൻ അടിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലേ? അത് നിങ്ങൾ പിടിച്ചു വലിക്കൂലേ? ആ പോയിക്കോട്ടെ എന്നാണ് വരുക. നിങ്ങളെ സുഹൃത്ത് നിങ്ങൾ റെയിൽപാളത്തിൽ വെക്കുകയാണ്, സെൽഫി എടുക്കാൻ വേണ്ടി. നിങ്ങളിപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ട്രെയിൻ ക്ലോസ് റേഞ്ചിൽ വരുന്നു, അവനെ കണ്ടിട്ടില്ല, ചെവി ഇയർബഡ് ഉണ്ട്, ഒച്ച കേൾക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ? പോയിക്കോട്ടെ, ട്രെയിൻ അടിയില്ലേ എന്ന് വിചാരിക്കുമോ? നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരൊറ്റ സെക്കൻഡിൽ നിങ്ങൾ ആക്ട് ചെയ്യും, ചവിട്ടി അപ്പുറത്തേക്ക് വന്ന് തെറിപ്പിക്കും. ഇതെന്തുകൊണ്ടാണ്? അവരോട് നമുക്ക് നന്മ ഉള്ളതുകൊണ്ടല്ലേ, സ്നേഹമുള്ളതുകൊണ്ടല്ലേ? നിങ്ങൾ തിരിച്ചാലോചിച്ചു. എല്ലാ കാലത്തേക്കുള്ള വിജയം എന്താണ്? കാലാകാലത്തേക്കുള്ള വിജയം എന്താണ്? എവിടുത്തെ വിജയമാണ്? എവിടുത്തെ വിജയമാണ്? ആഖിറത്തിലെ വിജയമാണ് അല്ലേ? ആ ആഖിറത്തിൽ നിങ്ങളെ സുഹൃത്ത് പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളെ പെങ്ങള് പരാജയപ്പെടുന്നത് ഇഷ്ടമാണോ? നിങ്ങളെ അനിയൻ പരാജയപ്പെടുന്നത് ഇഷ്ടമാണോ? അല്ല, ആണോ? അല്ലേ? നിങ്ങൾ ഒച്ചത്തിൽ പറയുന്നില്ല. ആണോ? അല്ല. അങ്ങനെയെങ്കിൽ അതിനെയാണ് SSS എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനേക അനുഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, അനേക ആളുകളെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഒറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനിപ്പിക്കും. ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി. ആ പഠനം ആയുസ് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെ കുറിച്ച്. ഇഷ്ടമുള്ള കാര്യമില്ല, ഇഷ്ടമുള്ള കാര്യമില്ല. ആയുസ് വർദ്ധിക്കുന്നത് ആണോ? അല്ലേ? ആണ്. ആയുസ് വർദ്ധിച്ചാൽ എത്രയാണ് ആയുസ്? കേരളത്തിലെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 78 വയസ്സാണ്. ഒരു മെയിലാണെങ്കിൽ 77.7 സംതിങ് അത്ര വയസ്സും, ഫീമെയിൽ ആണെങ്കിൽ 78 വയസ്സുമാണ് കേരളത്തിലെ ആവറേജ് വയസ്സെന്ന് പറയുന്നത്. ആണുങ്ങൾ ടെൻഷൻ വെച്ച് കൊടുക്കും. അപ്പോൾ തമാശ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ അവർ നടത്തിയ പഠനത്തിൽ 4 കാര്യങ്ങളാണ് ആയുസിന് വേണ്ടി പറയുന്നത്. ഒന്ന്, നോ ഡ്രഗ്സ്. 2, നോ ആൽക്കഹോൾ. 3, നോ സ്മോക്ക്. 4ാമത്തെ കാര്യം ഞാൻ പറയാൻ വിചാരിക്കുന്നത്, 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവുക, അല്ലെങ്കിൽ നല്ല ടീം വർക്കിന്റെ ഭാഗമാവുക, നല്ല പിയർ ഗ്രൂപ്പിന്റെ ഭാഗമാവുക, നല്ല നെറ്റ്വർക്കിംഗ് ഉണ്ടാവുക, നല്ല കണക്ഷൻ ഉണ്ടാവുക, നല്ല സൗഹൃദം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണ്? നിങ്ങൾ പ്രായമുള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ വേദന, ഇവിടെ വേദന, കാലിൽ വേദന, ഡോക്ടറെ അടുത്തുകൊണ്ടുപോകും. ഡോക്ടർ പറയാത്തൊരു പ്രശ്നമില്ലല്ലോ. ഉമ്മയോ ഈ പ്രായമുള്ള മനുഷ്യൻ പറയും, നിങ്ങൾ ആരും എന്നെ നോക്കുന്നില്ല, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല, എനിക്ക് മരുന്ന് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ പ്രായമുള്ള ആളുകൾ ഇങ്ങനെ പറയും. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകും. ഡോക്ടർ പറയാത്ത പ്രശ്നമില്ല. ഡോക്ടർ എല്ലാ ടെസ്റ്റും നടത്തി, അയാളുടെ പ്രശ്നം പരിഹാരമില്ല, വേദന മാറുന്നില്ല, അയാളുടെ അസ്വസ്ഥത മാറുന്നില്ല, അയാളുടെ ടെൻഷൻ മാറുന്നില്ല, ദേഷ്യം മാറുന്നില്ല. നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടാവും. എന്താണ് ഇതിന്റെ പരിഹാരം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കും? അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് നല്ല പിയർ ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. നല്ല കണക്ഷൻ ഉണ്ടാവുക, നല്ല കമ്മ്യൂണിറ്റി ഉണ്ടാവുക, നല്ല സൗഹൃദം ഉണ്ടാവുക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം. ഇതൊന്നും ഇല്ലാതിരിക്കാനുള്ള വഴി ഇത് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കേണ്ടത് നല്ല സൗഹൃദങ്ങളാണ്. ഒരാൾ എന്ന് പറയുന്നത് അയാൾ ചുറ്റിയുള്ള 5 പേരുടെ ആവറേജ് ആണ് എന്ന് പറയാം. ഒരാൾ
അയാൾ ആരാണെന്ന് വെച്ചാൽ അയാളെ ചുറ്റുള്ള 5 ആളുടെ ആവറേജ്. അയാൾ സുഹൃത്തുക്കൾ നോക്കിയാൽ ഇയാൾ 5 സുഹൃത്തുക്കളുണ്ട്. 5 സുഹൃത്തുക്കൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഇയാൾ പഠിക്കുന്ന ആളാണോ, ഇയാൾ നല്ല കുട്ടിയാണോ, ഇയാൾ നല്ല പെരുമാറ്റമുള്ള ആളാണോ, ഇയാൾ നല്ല കണക്ക് ഇടപാടുള്ള ആളാണോ, ഇയാളെ നല്ല സൗഹൃദം എന്താണ്, ഇയാളുടെ പ്രവൃത്തി എന്താണ്, ഇയാളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്താണ്, ഇതൊക്കെ മനസ്സിലാണ് സുഹൃത്തുക്കളായിട്ട് നോക്കിയാണ്. ആരെ കൂടെ നടക്കുന്ന നോക്കിയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ളൂ നല്ല കണക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് ആയുസ് വർദ്ധിക്കാൻ കാരണമാണ് എന്നാണ് ഹാർവാർഡിന്റെ പഠനത്തിൽ കണ്ടെത്തിയത്. എത്രയോ പേരെ സ്റ്റഡി നടത്തിയിട്ടാണ് അവർ ആ റിപ്പോർട്ടിൽ എത്തിച്ചേർന്നത് എന്ന് കഴിഞ്ഞ ഒരു ഡോക്ടറുടെ സംസാരത്തിൽ കേൾക്കട്ടെ. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തിനാണ് SSF ചെയ്യുന്നത്, SSF എന്താണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് SSF തരും എന്നൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ പറഞ്ഞൊക്കെ ശരി, SSF എനിക്കെന്ത് തരും? SSF നിങ്ങൾക്ക് തരുന്നത് നല്ല സൗഹൃദങ്ങളെയാണ്. SSF നിങ്ങൾക്ക് തരുന്നത് നല്ല മോഡലുകളെയാണ്. SSF നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നല്ല മോഡലുകളെയാണ് SSF നിങ്ങൾക്ക് തരിക. SSFന്റെ ഭാരവാഹികളെ നേതാക്കളൊക്കെ ഇങ്ങനെ പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവർ SSFകാരായത്, അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കിയെന്നുള്ളതിനെ കുറിച്ച്, എന്ത് മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾക്ക് വളരെ വലിയ ഉത്തരങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ നിയാസ് സാർ വന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങളോട് പറയും. അല്ലെങ്കിൽ SSFന്റെ ഞാനിങ്ങനെ കേരളത്തിലെ SSFന്റെ ഭാരവാഹികളെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പുതിയ മുൻകീഴിലുള്ള ആളുകളെ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിൽ ഡോക്ടറുണ്ട്, അതിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, അതിൽ പലതരത്തിലുള്ള PhD നടത്തുന്നവരുണ്ട്, പലതരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അവരോടൊക്കെ നിങ്ങൾ ചോദിക്കും നിങ്ങൾ എങ്ങനെയായി എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം SSF ഞങ്ങൾ എങ്ങനെ ആക്കി എന്നുള്ളതാണ്. SSF ഞങ്ങൾ എങ്ങനെ ആക്കി എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെ വിജയിച്ചു, ഞങ്ങൾക്ക് SSFനകത്ത് കിട്ടിയുള്ള കമ്മ്യൂണിറ്റി. നിങ്ങൾ എങ്ങനെ തകർന്നു പോകാതിരുന്നു, ഈ പ്രയാസം ഉണ്ടായപ്പോൾ, ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിരാശയും വേദനയും ഉണ്ടായപ്പോൾ, നിങ്ങളുടെ വീട്ടിന് നിങ്ങളുടെ ഒറ്റ ബന്ധുക്കൾക്ക് അപകടം ഉണ്ടായപ്പോൾ, നിങ്ങളുടെ ജീവിതം ആകെ തകർന്നു പോകും എന്ന് കരുതിയപ്പോൾ, ഞാനിതാ ഡിപ്രഷൻ അടിച്ച് തീർന്നു പോകും എന്ന് കരുതി നിങ്ങളെങ്ങനെ തിരിച്ചു വന്നു. അവർക്കൊക്കെ പറയാൻ ഉത്തരവൊന്നേ ഉള്ളൂ SSF ഉണ്ടായി എന്നുള്ളത്. ഞങ്ങളോട് പറയുന്നതാണ് SSF എന്ന് പറയുന്നത്. SSF നിങ്ങൾക്ക് തരുന്നത്, SSFന് നിങ്ങളോട് തരുവാനുള്ള ഒരേ ഒരു എന്താ പറയുക ഉറപ്പ് എന്ന് പറയുന്നത്, SSFന് നിങ്ങളോട് കാണിക്കാനുള്ള ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് നിങ്ങളെ നന്മയിലേക്ക് നയിക്കും SSF എന്നതാണ്. നിങ്ങൾ ഈ സംഘടനയുടെ ഭാഗമായി തീരുമ്പോൾ, ഈ സംഘടനയുടെ അകത്ത് നിങ്ങൾ സജീവമായി തീരുമ്പോൾ നിങ്ങളെ ഒരർത്ഥത്തിലും അത് തെറ്റിലേക്ക് നയിക്കില്ല, നിങ്ങളെ അതൊരിക്കലും ചീത്തയിലേക്ക് നയിക്കില്ല. നാളെ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ തീരുമാനം നഷ്ടമായി പോയി എന്ന് പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാവില്ല എന്നുള്ളത്. നിങ്ങൾക്ക് നഷ്ടമായി പോയി എന്ന് പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയില്ല. മറിച്ച് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കും പിന്നീട് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ എത്തിച്ചേർന്നത്, എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്കിൽ ഉണ്ടായത്, ഞാൻ എങ്ങനെയാണ് ആത്മീയമായി നടന്നത്, ഞാൻ എങ്ങനെയാണ് വിദ്യാഭ്യാസപരമായി ഇത്ര ഉയർന്നൊരു പൊസിഷനിലെത്തിയത്, എനിക്ക് എങ്ങനെയാണ് പഠനത്തിൽ ഇങ്ങനെ കയറി വരാൻ പറ്റിയത്, എന്നെ ആരാണ് മെന്റർ ചെയ്തത് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഉത്തരം തിളങ്ങുന്ന പുഞ്ചിരിക്കുന്ന നമ്മളെ കണ്ണുകൾ നിറയുന്ന ഒരു ഓർമ്മയെ SSF നിങ്ങൾക്ക് സമ്മാനിക്കാൻ കഴിയും. ഞങ്ങളോട് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ SSFകാരനാവുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇസ്ലാമിക പ്രവർത്തനാവുക എന്നുള്ളതാണ്. ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത്, നിങ്ങൾ ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയി ആലോചിക്കണം. അത് ചെറിയ കാര്യമല്ല, അത് ഏറ്റവും അവസാനത്തെ തലയിൽ. പക്ഷേ സൂഫി ഷഹീദിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് ആലോചിച്ചു, സൂഫി ഷഹീദ് എന്താണ് കുടകിൽ ചെയ്തത്, അവരുടെ മുൻഗാമികൾ എന്താണ് ചെയ്തത്, അവരുടെ മുൻഗാമികൾ എന്താണ് ചെയ്തത്, അവരുടെ മുൻഗാമികൾ എന്താണ് ചെയ്തത്, അയിമ്മത്ത് എന്താണ് ചെയ്തത്, സുഹാബത്ത് എന്താണ് ചെയ്തത്, അതിന്റെ തുടർച്ചയാണ്. അതിന്റെ തുടർച്ചയിലെ ഏറ്റവും ഇങ്ങേ തലയിലെ കണ്ണിയാണ് നിങ്ങളെന്ന ബോധം പ്രിയപ്പെട്ട ഹബീബുമാരെ നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ബോധ്യത്തിൽ നിന്നാണ് നിങ്ങൾ ക്യാമ്പസിനകത്തെ SSFലേക്ക് കയറി ചെല്ലേണ്ടത്. ആ ബോധ്യത്തിനകത്ത് നിന്നുകൊണ്ടാണ് നിങ്ങൾ ക്യാമ്പസിലേക്ക് നാളെ കയറി ചെല്ലേണ്ടത്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങളെ ഞാൻ എന്താണ് ക്യാമ്പസിൽ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്നു. നിങ്ങളോട് പറഞ്ഞ 3 കാര്യമാണ്. ഒന്ന് ഇസ്ലാമിനെ 2 ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എൻ്റെ ജീവിതം ഇസ്ലാമായിരിക്കുക. 3 ഇസ്ലാമിക പ്രബോധനം ക്യാമ്പസിനകത്ത് നിർവഹിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്.